അപ്പോൾ ഇന്നത്തെ എന്ന് പറയാൻ പറ്റില്ലല്ലേ, ഈ വീഡിയോയിൽ നമ്മൾ എടുക്കാൻ പോകുന്ന പോർഷൻ continuation of the last video, right? We stopped with the chapter atom അല്ലേ. ന്യൂമറിക്കൽസ് അല്ലാണ്ട് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് ഞാൻ തിയറി ഭാഗത്തിലാണ് പറയുന്നത്. തിയറിയിൽ നമ്മൾ എന്തത് റബ്ബറിൻ്റെ സൈസ് കിട്ടുമ്പോൾ വി ആർ ഗോയിങ് ടു എന്താ പറഞ്ഞത് മറന്നു. നമ്മളെന്താ ചാപ്റ്ററിൽ കഴിഞ്ഞ ശേഷം നിർത്തിയത് ആറ്റം എന്ന പുതിയ ചാപ്റ്ററിലേക്ക് നമ്മൾ പോയി. ആറ്റത്തിൽ നമ്മൾ റൂദർഫോർഡ് എക്സ്പെരിമെൻറ്റ് അല്ലേ, റൂദർഫോർഡ് ഗോഡ്ഫോയിൽ എക്സ്പെരിമെൻറ്റിനെ പറ്റിയിട്ട് നമ്മൾ പഠിച്ചു. എക്സ്പെരിമെൻറ്റ് സെറ്റപ്പ് കണ്ടുപിടിച്ചു, എന്തൊക്കെയാണ് അവിടെ നടക്കണതെന്ന് നമ്മൾ പറഞ്ഞു. റൈറ്റ്, അതങ്ങനെ തന്നെ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. എക്സ്പ്ലെയിൻ റൂദർഫോർഡ് മോഡൽ, പിന്നെ വാട്ട് ഇസ് ദ ഡ്രോബാക്സ് ഓഫ് റൂദർഫോർഡ് മോഡൽ എന്നൊക്കെ കേട്ടോ. എന്നിട്ട് നമ്മളൊരു ഇക്വേഷനിലാണ് നിർത്തിയത്. എന്നിട്ട് ഞാൻ പറഞ്ഞു അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. ബിക്കോസ് വി ഹാഡ് പെൻഡിങ് പ്രോബ്ലംസ് ടു ഡു, റൈറ്റ്. ഒരു n is equal to kz squared sin raised to 4 theta by 2 എന്ന് എഴുതിയിരുന്നു. And I told you n is the number of alpha particles which is getting scattered, right? That is equal to k. K ഒരു കോൺസ്റ്റൻറ്റ് ടേം ആണ്, റൈറ്റ്. ബോൾസ്മാൻ കോൺസ്റ്റൻ്റ് ഒന്നല്ല കേട്ടോ, അത് ഓരോ പർട്ടിക്കുലർ മീൻസ് വെർട്ടിക്കൽ സെക്ഷനിൽ കോൺസ്റ്റൻ്റ് ആണ്. Z എന്ന് പറഞ്ഞാൽ എന്താ, ദറ്റ് ഇസ് എ ആറ്റമിക് നമ്പർ അല്ലേ. സൈൻ തീറ്റ ബൈ 2 എന്ന് പറഞ്ഞാൽ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താ, ഡീവിയേഷൻ വരുന്നത് അല്ലേ, ആക്ച്വൽ പാത്തിൽ നിന്ന് വരുന്ന ഡീവിയേഷൻ, അല്ലെങ്കിൽ നമ്മൾ സ്കാറ്ററിങ് ആംഗിൾ എന്ന് പറഞ്ഞിട്ട് പഠിച്ചിട്ടുണ്ട്. ഈ ഫോർമുലേനെ ബേസ്ഡ് ചെയ്തിട്ടൊരു ചെറിയ പ്രോബ്ലം നമുക്ക് ആദ്യം ചെയ്യാം, റൈറ്റ്. ഫസ്റ്റ്, if 1000 alpha particles are scattered at 60 degree, then obviously Rutherford experiment ആണ്. Find the number of alpha particles which will be scattering if the scattering angle is 90 degree. അതായത് n 1000 ആയിരിക്കുമ്പോൾ തീറ്റേൻ്റെ വാല്യൂ 60 ആണ്. അങ്ങനെയാണെങ്കിൽ തീറ്റ സ്കാറ്ററിങ് ആംഗിൾ 90 ആണെങ്കിൽ എത്ര ആൽഫ പാർട്ടിക്കിൾസ് സ്കാറ്റർ ചെയ്യുമെന്നാണ് ചോദ്യം കേട്ടോ. അപ്പോൾ ഈ ഫോർമുല നമുക്ക് യൂസ് ചെയ്യണം. അപ്പോൾ 1000 is equal to, റൈറ്റ്, ഇതിൻ്റെ കേസിനെ എഴുതണം കേട്ടോ, kz squared divided by sin raised to 4 30 ഡിഗ്രി എന്തുകൊണ്ടാണ് 60/2 അല്ലേ, ഡിവൈഡഡ് ബൈ x ഈക്വൽ ടു kz squared, റൈറ്റ്. ആൽഫ പാർട്ടിക്കിളും നമ്മൾ ഗോൾഡിൽ തന്നെ അല്ലേ ഇൻസിഡൻറ്റ് ചെയ്യണത്, റൈറ്റ്. സൈൻ റേസ് ടു 4 90/2 is 45 degree. kz squared common, right, same experimental setup. So 1000 by x is equal to sin raised to 4 45 degree അല്ലേ, ഡിവൈഡഡ് ബൈ sin raised to 4 30 degree അല്ലേ. അപ്പോൾ 1000 by x is equal to sin raised to 4 45 degree എന്ന് പറഞ്ഞാൽ 1/√2നെ 4 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്യണം. സൈൻ ബൈ റേസ് ടു 4 30 ഡിഗ്രി എന്ന് പറഞ്ഞാൽ 1/2നെ 4 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യണം, റൈറ്റ്. അപ്പോൾ ഇതെന്ന് എടുത്തു കഴിഞ്ഞാൽ 1/2 എന്ന് വരും, ഇത് 1/16 വരും. Or I can write 1/2 into 16/1, or I can just write 4:1 അല്ലെങ്കിൽ 4 എന്ന് തന്നെ എഴുതാം. x is equal to എന്താവും 1000/4, or you will get 250, റൈറ്റ്. അതായത് ഓക്കെ 60 ഡിഗ്രി ആംഗിൾ സ്കാറ്റർ ചെയ്യുമ്പോൾ 1000 നമ്പർ ഉണ്ടെങ്കിൽ 90 ഡിഗ്രിയിൽ അല്ലെങ്കിൽ കുറവ് നമ്പേഴ്സ് സ്കാറ്റർ ചെയ്തിട്ടുള്ളൂ, 250 തൊട്ടിട്ടുള്ളൂ. പിന്നെയും 90-നേക്കാളും കൂടുതലൊരു ആംഗിൾസ് കൂടുകയാണെങ്കിൽ അത്രത്തോളം സ്കാറ്ററിങ്ങും കുറവായിരിക്കും. Clear? Number of atoms which is scattered reduces. Clear? The number of alpha particles which is coming back is less. കേട്ടോ, സ്കാറ്ററിങ് ആംഗിൾ കുറവുള്ളിടത്താണ് മാക്സിമം സ്കാറ്ററിങ് ഉണ്ടാവുക, അല്ലെങ്കിൽ മാക്സിമം നമ്പർ ഓഫ് സ്കാറ്റേർഡ് ആൽഫ പാർട്ടിക്കിൾസ് നമുക്ക് കിട്ടുക. കേട്ടല്ലോ, റൈറ്റ്. അപ്പോൾ റൂദർഫോർഡിൻ്റെ എക്സ്പെരിമെൻറ്റിൻ്റെ ഒക്കെ റിസൾട്ടുകൾ എന്തായിരുന്നു എന്നുള്ളതൊന്ന് ഓർത്തെടുത്തേ, റൈറ്റ്. ഫസ്റ്റ് റിസൾട്ട്, most part of the atom is empty space. empty space ആണ് മൊത്തത്തിൽ എടുക്കുകയാണെങ്കിൽ 3/4 ഭാഗവും അല്ലെങ്കിൽ കൂടുതൽ ഭാഗം, ഒരു 99.8% എന്താണ് empty space ആണ്, റൈറ്റ്. ഇനി രണ്ടാമത്തെ പോയിന്റ്, ഇതൊക്കെ ഞാൻ എടുത്തതാണ്, ബട്ട് വി ആർ ഗോയിങ് ടു റിഫ്രഷ് ബിക്കോസ് ദിസ് ഇസ് എ ന്യൂ വീഡിയോ. ഐ ഡോണ്ട് നോ വിച്ച് വീഡിയോ ഐ എം ഗോയിങ് ടു അപ്ലോഡ് ഫോർ യു ഗൈസ്. ഐ എം ജസ്റ്റ് കണ്ടിന്യൂസ്ലി ടേക്കിംഗ് 1 hour വീഡിയോസ് ഫോർ ദ ചാപ്റ്റർ, റൈറ്റ്. അതേമാതിരി പോസിറ്റീവ് ചാർജ് ഉണ്ട്, റൈറ്റ്.
അത് ഇൻസൈഡ് ആറ്റം അല്ലേ, അത് ഒരു ചെറിയ സ്മോൾ സ്പേസിലാണ്. ഇതാണ് ആറ്റമെങ്കിൽ ഒരു ചെറിയ സ്പേസ്, എത്രയാണ് സൈസ് എന്നറിയില്ല കേട്ടോ, ഒരു ചെറിയ സ്പേസിലാണ് പോസിറ്റീവ് ചാർജസ് ഇരിക്കുന്നതെന്ന്. റൈറ്റ്. മൂന്നാമത്തത് ഈ പോസിറ്റീവ് ചാർജ് ഇല്ലല്ലോ, പോസിറ്റീവ് ചാർജ് അത് ഒരു സ്പേസ് ഇരിക്കുന്നില്ലേ, അതിൽ പോസിറ്റീവ് ചാർജ് ഇരിക്കുന്നത് തന്നെ എന്താണ്, ഒരു വളരെ സ്മോൾ സ്പേസിലാണ്. ഒന്നുകൂടി നോക്കിയേ, പോസിറ്റീവ് ചാർജ് ഇരിക്കുന്നുണ്ടെന്ന് പറഞ്ഞു, ഒരു സ്പേസിലിരിക്കുന്നതാണ്, ബാക്കി എല്ലാ സ്പേസസും വേക്കൻ്റ് ആണെന്ന് പറഞ്ഞു. റൈറ്റ്. രണ്ടാമത്തത് ആണത്. മൂന്നാമത്തെന്ന് പറഞ്ഞാൽ ഈ പോസിറ്റീവ് ചാർജ് ഇൻ ദ ആറ്റം ഈസ് കോൺസെൻട്രേറ്റഡ് ടു ആൻ എക്സ്ട്രീംലി സ്മോൾ സ്പേസ് ആൻഡ് ദാറ്റ് ഈസ് നോൺ ആസ് ന്യൂക്ലിയസ്. ന്യൂട്രോൺ ഒന്നും കണ്ടുപിടിച്ചിട്ടില്ലേട്ട മക്കളെ, അതിൽ കൊണ്ടുപോയി ന്യൂട്രോണിൻ്റെ കോൺസെപ്റ്റ് കൊണ്ടുപോയി നിർത്തല്ലേ, ഇത് റൂദർഫോർഡൊന്നും ന്യൂട്രോൺ കണ്ടുപിടിച്ചിട്ടില്ലെന്നില്ല. ഇനി പിന്നെ പോസ്റ്റുലേറ്റ് ഇദ്ദേഹം പറയാണ് സൈസ് ഓഫ് ന്യൂക്ലിയസ് ഒരു അപ്രോക്സിമേറ്റ്ലി ഇദ്ദേഹം പറഞ്ഞത് 10⁻⁻15 മീറ്ററും സൈസ് ഓഫ് ആറ്റം എന്ന് പറയുന്നത് അദ്ദേഹം പറഞ്ഞത് 10⁻⁻10 മീറ്ററാണ്. അതായത് ന്യൂക്ലിയസിൻ്റെ സൈസ് വല്ലാണ്ട് ചെറുതാണ്. ടു ദ പവർ ഓഫ് അല്ലേ, ഇത് ഡിവൈഡഡ് ബൈ 10⁵ എടുത്ത് വെച്ചാൽ റൈറ്റ്, അതായത് ഇത്രയും ഭാഗം വെച്ച് ന്യൂക്ലിയസ് വളരെ ചെറുതാണെന്ന്. ക്ലിയർ ആവുണ്ടോ ആറ്റത്തിനെ കമ്പയർ ചെയ്യുമ്പോൾ. റൈറ്റ്. നൗ അഞ്ചാമത്തെ പോയിന്റ് നോക്കട്ടെ. ഒരു പർട്ടിക്കുലർ ആംഗിൾ അല്ലേ, ദ നമ്പർ ഓഫ് ആൽഫ പാർട്ടിക്കിൾസ് വിച്ച് ഇസ് സ്കാറ്റേർഡ് അറ്റ് പർട്ടിക്കുലർ തീറ്റ ആംഗിൾ ഈസ് ഡിഫറെൻറ്റ് ഫോർ ഡിഫറെൻറ്റ് മെറ്റൽ ഫോയിൽസ്. അതായത് ഞാൻ യൂസ് ചെയ്യുന്നത് ഗോൾഡ് ഫോയിലാണല്ലേ, അതിൽ എല്ലാ ആൽഫ സ്കാറ്ററിങ് അല്ലെങ്കിൽ ആൽഫ പാർട്ടിക്കിൾസിൻ്റെ സ്കാറ്ററിങ്ങിൻ്റെ ആംഗിൾ തന്നെ ആവണമെന്നില്ല വേറൊരു ഫോയിൽ ഞാൻ എടുത്തു കഴിഞ്ഞാൽ. ഓരോ എലമെൻസിനും അതിൻ്റെ അർത്ഥം ഓരോ ആറ്റത്തിനും ഡിഫറൻസ് ഉണ്ടെന്നാണ്. ക്ലിയർ ആവുണ്ടോ റൈറ്റ്. ഓരോ ആറ്റത്തിനും ഡിഫറെൻറ്റ് ടൈപ്പ് പോസിറ്റീവ് ചാർജാണ് ന്യൂക്ലിയസിൽ ഉണ്ടാവുന്നത്. ഒന്നുകൂടി ശ്രദ്ധിച്ച്, വി സെഡ് ദാറ്റ് ദ നമ്പർ ഓഫ് ആൽഫ പാർട്ടിക്കിൾസ് വിച്ച് ഇസ് സ്കാറ്റേർഡ് അറ്റ് പർട്ടിക്കുലർ തീറ്റ ആംഗിൾ ഈസ് ഡിഫറെൻറ്റ് ഫോർ ഡിഫറെൻറ്റ് മെറ്റൽ ഫോയിൽസ്. അതായത് ഡിഫറെൻറ്റ് മെറ്റൽസ് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് എലമെൻസിന് എന്താ ഡിഫറെൻറ്റ് പോസിറ്റീവ് ചാർജാണ്. നോക്കിയേ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ പറയാണ്, ഇവിടെ ഒരു പ്ലസ് ചാർജ് ഉള്ളൂ, ഒരു ആൽഫ പാർട്ടിക്കിൾ വരുന്നുണ്ട് വിചാരിക്കുക, അത്ര ഡീവിയേഷൻ വരില്ല എന്ന് വിചാരിക്കുക കേട്ടോ. എന്നാൽ ഇവിടെ വല്ലാണ്ട് ഇപ്പോൾ ഒരു 10 പോസിറ്റീവ് ചാർജ് ഉള്ള ഒരു ന്യൂക്ലിയസ് ആണെന്നിരിക്കുക, റൈറ്റ്, വല്ലാണ്ട് ഡീവിയേഷൻ വരുമായിരിക്കും. റൈറ്റ്. ആ ഡീവിയേഷൻ്റെ ആംഗിൾ വിൽ ബി ഡിഫറെൻറ്റ് ടു ദാറ്റ് ദ പ്രീവിയസ് കേസ്. റൈറ്റ്. സോ ഡീവിയേഷൻ ആംഗിൾ അല്ലെങ്കിൽ സ്കാറ്ററിങ് ആംഗിൾ ഇസ് ഡിഫറെൻറ്റ് ഫോർ ഡിഫറെൻറ്റ് മെറ്റൽ ഫോയിൽസ്. ക്ലിയർ ആണോ? അപ്പോൾ ഓരോ മെറ്റൽ ഫോയിൽസിൻ്റെയും ആറ്റമിൻ്റെ പ്രത്യേകതകൾ വ്യത്യസ്തമാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. റൈറ്റ്. അപ്പോൾ അദ്ദേഹം അതേമാതിരി അത് അഞ്ചാമത്തെ കഴിഞ്ഞില്ലേ, അത് ഞാൻ പ്രത്യേക സെൻറ്റൻസ് ആയിട്ട് എഴുതിയില്ല, നിങ്ങൾ എഴുതണം കേട്ടോ. റൈറ്റ്. 6th പോയിൻ്റായിട്ട് അദ്ദേഹം പറഞ്ഞത് ഈ എന്തുവാടേ റൈറ്റ്, അതായത് ഇങ്ങനെ ന്യൂക്ലിയസിന് ചുറ്റും എന്ത് ഇതുണ്ട്, ഇലക്ട്രോൺസ് ഉണ്ടെന്ന്. റൈറ്റ്. ആൻഡ് ദിസ് ഇലക്ട്രോൺ ഇസ് ഒബ്വിയസ്ലി മൂവിങ്, റൊട്ടേറ്റിംഗ്. റൈറ്റ്. അപ്പോൾ ഇവിടെയാണ് ഇലക്ട്രോൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡയറക്ഷനിലായിരിക്കും വെലോസിറ്റി ഉണ്ടാവുക. റൈറ്റ്. അപ്പോൾ ഈ ഇലക്ട്രോണിന് എന്തുണ്ടാവുക, പോസിറ്റീവ് ന്യൂക്ലിയസിലേക്ക് അട്രാക്ഷൻ ഉണ്ടാവുമല്ലോ. റൈറ്റ്. ദാറ്റ് ഈസ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്. റൈറ്റ്. റൈറ്റ്. എന്നിട്ടും ഈ ഇലക്ട്രോൺ എന്ത് ചെയ്യില്ല, ന്യൂക്ലിയസിലേക്ക് വലിഞ്ഞു പോവില്ല. ശ്രദ്ധിച്ച് നോക്കിയേ, നിങ്ങളൊന്ന് ആലോചിച്ചോളൂ, ഇതിവിടെ പോസിറ്റീവ് ചാർജ്, ഇലക്ട്രോൺ നെഗറ്റീവ് ചാർജ്. അപ്പോൾ എന്ത് ചെയ്യണം, സുഖസുന്ദരമായിട്ട് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് അല്ല ഇലക്ട്രിക്കൽ ഫോഴ്സ്, ഇലക്ട്രോസ്റ്റാറ്റിക് ആണ് നമ്മൾ പറയാറ്, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് കാരണം അട്രാക്റ്റ് ചെയ്യണം അല്ലേ. അപ്പോൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ഇലക്ട്രോണിന് റിവോൾവ് ചെയ്യാൻ പാടില്ല അല്ലേ. ക്ലിയർ ആവണ്ട. എന്നിട്ടും അതവിടെ നിൽക്കുന്നത് അദ്ദേഹം പറഞ്ഞത് ബിക്കോസ് സെൻട്രിപിറ്റൽ ഫോഴ്സ് നൽകുന്നതാണ് എന്ത്, ഈ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്. അല്ലാണ്ട് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഇസ് നോട്ട് ഗോയിങ് ടു പുൾ ദ ഇലക്ട്രോൺ, ബട്ട് ഇറ്റ് ഈസ് ഗോയിങ് ടു പ്രൊവൈഡ് ഇറ്റ് എ സെൻട്രിപിറ്റൽ ഫോഴ്സ് ഡ്യൂ ടു വിച്ച് ഇറ്റ് ഈസ് ഗോയിങ് ടു അണ്ടർഗോ എ സർക്കുലർ മോഷൻ. മനസ്സിലാവണ്ട. അദ്ദേഹം പറഞ്ഞു ഇലക്ട്രോൺ റിവോൾവ് ചെയ്യുന്നുണ്ട്. അങ്ങനെ റിവോൾവ് ചെയ്യണമെങ്കിൽ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് തോന്നും ഈ പോസിറ്റീവ് ചാർജ് ആണല്ലോ ന്യൂക്ലിയസ് വീണത്, അത് എന്തായാലും വലിക്കും. അപ്പോൾ നിങ്ങൾക്ക് തോന്നും ഇലക്ട്രോൺ എന്തായാലും ന്യൂക്ലിയസിലേക്ക് വീഴണമെന്ന് ആലോചിക്കും. പക്ഷെ ഞാൻ പറയാണ്, ഇങ്ങനെ കറങ്ങുന്ന ഇലക്ട്രോണിന് സെൻട്രിപിറ്റൽ ഫോഴ്സ് നൽകുക എന്ന് മാത്രമേ ഈ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് നൽകുന്നുള്ളൂ, അല്ലാണ്ട് വേറെ ഒന്നും നൽകുന്നില്ല. ക്ലിയർ ഉണ്ടോ? റൈറ്റ്. ഇതിനെപ്പറ്റി നമ്മൾ കുറച്ചും കൂടി ഡീറ്റെയിൽ പറയും നമ്മൾ ഡ്രോബാക്കിൽ കേട്ടോ. റൈറ്റ്. അപ്പോൾ ഒരു പോയിന്റ് ഇതിൻ്റെ ഇടയിൽ ഞാൻ വിട്ടുപോയിരുന്നു, ബട്ട് ജസ്റ്റ് റിപ്പീറ്റഡ്ലി ആസ്ക്ഡ് ആസ് എൻ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ വിച്ച് ഇസ് എ ഡിസ്റ്റൻസ് ഓഫ്
closest approach. ഇതങ്ങനെ തന്നെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ കേട്ടോ ബോർഡിന് വരെ. ഡിസ്റ്റൻസ് ഓഫ് ക്ലോസസ്റ്റ് അപ്രോച്ച്. അതിൻ്റെ റെപ്രസെൻറ്റേഷൻ യു ക്യാൻ റൈറ്റ് ഇറ്റ് എസ് R0. റൈറ്റ് ക്ലിയർ? എത്രത്തോളം അടുത്തേക്ക് പോകാൻ പറ്റും ആർക്ക്? ആൽഫ പാർട്ടിക്കിളിന് ആരുടെ അടുത്തേക്ക്? ന്യൂക്ലിയസിൻ്റെ അടുത്തേക്ക്. ദാറ്റ് ഈസ് നോൺ ആസ് ഡിസ്റ്റൻസ് ഓഫ് ക്ലോസസ്റ്റ് അപ്രോച്ച്. അപ്പോൾ ഈ കോൺസെപ്റ്റ് വെച്ചിട്ട് നമുക്ക് ഈവൻ ക്യാൻ ഫൈൻഡ് ദ സൈസ് ഓഫ് ന്യൂക്ലിയസ്. പറഞ്ഞുതരാം. അപ്പോൾ ഇതാണ് സെറ്റപ്പ് എന്ന് വിചാരിക്കട്ടോ. റൈറ്റ്? ഈ ഇവിടെ നിന്നാണ് എന്താണ് നമ്മുടെ ബിസ്മിത്ത് ആൽഫ പാർട്ടിക്കിൾ നൽകാൻ പോണത്. റൈറ്റ്? അപ്പോൾ സപ്പോസ് ഞാനൊരു ആറ്റം ഇത്ര വലുതായി വരയ്ക്കണത് നമുക്ക് പഠിക്കാൻ വേണ്ടി മാത്രമായിട്ട് അല്ലാണ്ട് ആറ്റം ചെറുതായിരിക്കും എന്നുള്ള ബോധമുണ്ടല്ലോ. ഇതാണ് ആ പോസിറ്റീവ് ചാർജുള്ള ന്യൂക്ലിയസിൻ്റെ പോട്ടെ. റൈറ്റ്? അപ്പോൾ ഇവിടം വരെ ഇങ്ങനെ വന്നുകൊണ്ട് ഇവിടം വരെ നിർത്തിയിരിക്കാം. റൈറ്റ്? സപ്പോസ് ദിസ് ഈസ് ദ ഫൈനൽ പൊസിഷൻ ഓഫ് ആൽഫ. റൈറ്റ്? ഇത് ഫൈനൽ പൊസിഷൻ, ഇതെന്തായിരിക്കും? ഇനീഷ്യൽ പൊസിഷൻ അല്ലേ? അപ്പോൾ ഇവിടെ എത്തി അല്ലേ? ഇവിടെ എത്തിയിട്ട് അപ്പോൾ ഇത്രയും ഡിസ്റ്റൻസ് ദൂരമല്ലേ എന്ത് നമ്മുടെ ആൽഫ പാർട്ടിക്കിളിൻ്റെ അവസാനത്തെ പൊസിഷൻ? ദിസ് ഡിസ്റ്റൻസ് ഇസ് നോൺ ആസ് R0. ക്ലിയർ? മനസ്സിലാവണ്ട? റൈറ്റ്? ഇത് ജസ്റ്റ് ടെക്നിക്കലായിട്ടൊന്നും ഞാൻ പറഞ്ഞില്ല കേട്ടോ. ജസ്റ്റ് എന്താണ് ഡിസ്റ്റൻസ് ഓഫ് ക്ലോസസ്റ്റ് അപ്രോച്ച്, അതായത് ആൽഫ പാർട്ടിക്കിളിന് എത്താവുന്ന ഏറ്റവും ക്ലോസസ്റ്റ് ഡിസ്റ്റൻസ് ഫ്രം the nucleus is known as distance of closest approach. Clear ആവണ്ട? ഇതിനെ കുറിച്ച് ഡീറ്റെയിൽഡ് പറയണം. റൈറ്റ്? ഓക്കെ. നമുക്കറിയാം ഈ ആൽഫ പാർട്ടിക്കിളിന് പോസിറ്റീവ് ചാർജാണ്, ന്യൂക്ലിയസിന് പോസിറ്റീവ് ചാർജാണ്. അപ്പോൾ ആൽഫ പാർട്ടിക്കിൾ തീരെ സഞ്ചരിക്കാൻ പാടില്ല അല്ലേ? എന്നിട്ടും ആൽഫ പാർട്ടിക്കിൾ പോകുന്നു, ഡീവിയേറ്റ് ചെയ്തിട്ടാണ് പോകണം അല്ലേ? റിപ്പൾഷൻ കാരണം. എന്നിട്ട് ഈ വേക്കൻറ്റ് സ്പേസ് കൂടെ പുറത്തേക്ക് പോവാണ്. അങ്ങനെയല്ല സംഭവിക്കണേ. അതായത് ആൽഫ പാർട്ടിക്കിൾ എന്ത് ചെയ്യുന്നുണ്ട്? സഞ്ചരിക്കുന്നുണ്ട്, ഈവൻ ബൈ അപ്പോസിങ് ദ റിപ്പൾഷൻ ഫ്രം ന്യൂക്ലിയസ്. റൈറ്റ്? അതായത് കുറച്ച് ആൽഫ പാർട്ടിക്കിൾസ് എന്തിൽ എത്തുന്നുണ്ട്? ഇവിടെയും സ്ട്രൈക്ക് ചെയ്യണ വരെ കേസസ് ഉണ്ട് അല്ലേ? റൈറ്റ്? അതായത് അപ്പോൾ അത് എന്ത് എനർജി വേസ്റ്റ്, അല്ലെങ്കിൽ ഇത്രയും വർക്ക് ഇറ്റ് ഈസ് ഡൂയിങ്, ആൽഫ പാർട്ടിക്കിൾ ഇസ് ഡൂയിങ് എൻ എക്സ്റ്റേണൽ വർക്ക് അഗെയിൻസ്റ്റ് ദ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് അല്ലേ? ഇലക്ട്രോസ്റ്റാറ്റിക് റിപ്പൾസീവ് ഫോഴ്സിനെതിരെ ആയിട്ട് ഒരു വർക്ക് ചെയ്യാണ് ആൽഫ പാർട്ടിക്കിൾ. അത് എന്ത് യൂസ് ചെയ്തിട്ടായിരിക്കും? അതിൻ്റെ സ്വന്തം കൈനറ്റിക് എനർജി യൂസ് ചെയ്തിട്ടാണ് അല്ലേ? ഇറ്റ് ഈസ് മൂവിങ് വിത്ത് എ ഹൈ കൈനറ്റിക് എനർജി അറ്റ് ദിസ് പോയിന്റ്, then it is going and its kinetic energy is getting reduced. At some point its kinetic energy becomes zero. Clear ആവണ്ട? അപ്പോൾ ഈ പോയിന്റ് വെച്ച് കൈനറ്റിക് എനർജി എന്തായി? 0 ആയി. റൈറ്റ്? that is kinetic energy of alpha particle became 0. Right? That means you can say alpha particle has come to rest. Right? About E distance, right? The distance at which the kinetic energy of the alpha particle becomes 0 from the nucleus, that is our distance of closest approach. That is a technical way. Clear ആണ്? അത് എന്തുകൊണ്ട് അവിടെ വരെ എത്തണമല്ലോ? അവിടെ എത്തണമെന്ന് വെച്ചാൽ ഇവിടെ വരെ എത്തണം എന്തുകൊണ്ടാണ്? ആ ഒരു പോയിന്റിലാകുമ്പോൾ അതിൻ്റെ ആൽഫ പാർട്ടിക്കളിലെ കൈനറ്റിക് എനർജി 0 ആയി. ഇനി അതിന് നീങ്ങാൻ എനർജി ഇല്ല. അപ്പോൾ അതിവിടെ നിൽക്കുള്ളൂ. ക്ലിയർ ആവണ്ട? അപ്പോൾ ഇതാണ് അതിൻ്റെ ഇനീഷ്യൽ പൊസിഷൻ, ഇതാണ് അതിൻ്റെ ഫൈനൽ പൊസിഷൻ ഓഫ് ദ ആൽഫ പാർട്ടിക്കിൾ അല്ലേ? അപ്പോൾ നിങ്ങൾക്കറിയാലോ ആറ്റം നമ്മൾ വരച്ചത് വലുത് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി മാത്രമാണ് കേട്ടോ. അപ്പോൾ ഈ ആൽഫ പാർട്ടിക്കിളിന് ശരിക്കും പറഞ്ഞാൽ വളരെ ചെറുതല്ലേ ആൽഫ പാർട്ടിക്കിളല്ല, ഈ ആറ്റം എടുക്കുക. ദിസ് വെരി സ്മോൾ വെൻ കമ്പയർഡ് ടു ദിസ് സെറ്റപ്പ്. അപ്പോൾ ഈ ന്യൂക്ലിയസിന് അല്ലെങ്കിൽ ഈ ആറ്റത്തിന് തോന്നുക ഈ വരുന്ന ആൽഫ പാർട്ടിക്കിൾ ഇൻഫിനിറ്റി എന്നാണെന്നാണ്. മനസ്സിലാവണ്ട? ഇതാണ് വലിയ ചുമരാന്ന് വിചാരിക്കട്ടാ. അതിൻ്റെ സൈഡിൽ നിങ്ങളൊരു ഉറുമ്പിനെ വെച്ച് കഴിഞ്ഞാൽ ഉറുമ്പിന് എന്ത് തോന്നുക? ഇത് അവസാനമില്ലാത്തൊരു ചുമരായിട്ടാണ് തോന്നുക. റൈറ്റ്? ക്ലിയർ ആവണ്ട? മനസ്സിലാവണ്ട? റൈറ്റ്? സോ എന്താ ഞാൻ പറഞ്ഞത്? ഓക്കെ. സോ the nucleus feels that the alpha particle is coming from infinity. നമുക്കറിയാം ഡിസ്റ്റൻസ്, അത് വേറെ കാര്യം. പക്ഷെ ന്യൂക്ലിയസിന് തോന്നുക the incident alpha particle is from infinity. ക്ലിയർ ആവണ്ട? റൈറ്റ്? സപ്പോസ് ഈ എൻ്റയർ സെറ്റപ്പിൽ നമ്മളൊരു എക്സ്റ്റേണൽ റെസിസ്റ്റീവ് ഫോഴ്സ് ഒന്നും ഇല്ലയെന്ന് വിചാരിക്കുക കേട്ടോ. അപ്പോൾ അവിടെ എന്ത് കൺസേർവ്ഡ് ആയിരിക്കും? എനർജി, മെക്കാനിക്കൽ എനർജി കൺസേർവ്ഡ് ആയിരിക്കും when there is no hindrance. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജി ഇനീഷ്യൽ plus kinetic energy initial should be equal to potential energy final plus kinetic energy final.
അതല്ലേ എനർജീൻ്റെ ടോട്ടൽ എനർജി ഷുഡ് ബി സെയിം, റൈറ്റ്? അപ്പോൾ നമുക്കറിയാലോ പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷനൊക്കെ ഓർമ്മയുണ്ട്. ചാർജുകൾ തമ്മിൽ K(Q1Q2)/R. കെൻ്റെ വാല്യൂ എന്താ? K=1/4πε0. കുളുംസ് ലോ എന്ന് ഉണ്ടാക്കിയത്. കുളുംസ് ലോ ഇതല്ല, ബട്ട് നിങ്ങൾ ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ എൻ്റെ മക്കൾ പറഞ്ഞേ R ഇൻഫിനിറ്റി ആയിക്കഴിഞ്ഞാൽ എന്താവും? U0 അല്ലേ? പൊട്ടൻഷ്യൽ എനർജി 0 അല്ലേ? അപ്പോൾ ഇനീഷ്യൽ പോയിൻ്റ് എവിടെ നിന്നാന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റി എന്നാണെന്ന് ആർക്ക്? ആറ്റത്തിന് തോന്നുക. സോ ഐ ക്യാൻ സേ പൊട്ടൻഷ്യൽ എനർജി ഇനീഷ്യൽ ഈസ് ഈക്വൽ ടു 0. ശ്രദ്ധിച്ചേ, പൊട്ടൻഷ്യൽ എനർജി ഇനീഷ്യൽ എന്തുകൊണ്ടാണ് 0 ആയത്? R ഇൻഫിനിറ്റി ആണ്. ആരുടെ കാഴ്ചപ്പാടിൽ? ആറ്റത്തിൻ്റെ കാഴ്ചപ്പാടിൽ. R ഇൻഫിനിറ്റി ആണെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി ഇട്ട് കഴിഞ്ഞാൽ 0 അല്ലേ? സോ ഇനീഷ്യൽ പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു 0 അല്ലേ? ഇനി എൻ്റെ മക്കൾ കൈനറ്റിക് എനർജി ഫൈനൽ എന്തായി? അവിടെ അറ്റം വന്നിട്ട് എത്തി നിൽക്കുകയാണ് അല്ലേ? സോ കൈനറ്റിക് എനർജി ഫൈനൽ ഈസ് ഈക്വൽ ടു 0. ക്ലിയർ ആയ? അപ്പോൾ ഈ രണ്ട് വാല്യൂവും ഈ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് എഴുതാം? ക്യാൻ റൈറ്റ് കൈനറ്റിക് എനർജി ഇനീഷ്യൽ റൈറ്റ് ഈസ് ഈക്വൽ ടു കൈനറ്റിക് എനർജി, അല്ല സോറി തെറ്റിപ്പോയ, പൊട്ടൻഷ്യൽ എനർജി റൈറ്റ്, പൊട്ടൻഷ്യൽ എനർജി ഫൈനൽ അല്ലേ? ക്ലിയർ ആവുണ്ട് വിചാരിക്കുന്നത്, റൈറ്റ്? ഇനി ഫൈനൽ പൊട്ടൻഷ്യൽ എഫ് എന്ന് ഇങ്ങനെ ആയിപ്പോയി, എഫ് ആൻഡ് മാതിരി ആയിപ്പോയി എഫ്, റൈറ്റ്? ഇനി പൊട്ടൻഷ്യൽ എനർജി ഫൈനൽ എനിക്ക് എന്ത് എഴുതാം? K(Q1Q2)/R അല്ലേ? അല്ലേ? ക്ലിയർ, റൈറ്റ്? അപ്പോൾ നിങ്ങൾ പറഞ്ഞ ഇതാണ് നമ്മുടെ ന്യൂക്ലിയസ്, റൈറ്റ്? അതിന് ചുറ്റും റൈറ്റ് വരുന്ന, അതിൻ്റെ അടുത്തേക്ക് വരുന്ന ആൽഫ പാർട്ടിക്കിൾ അല്ലേ? ഇത് ആണോ? അശ്വടാ, റൈറ്റ്? അപ്പോൾ ആൽഫ പാർട്ടിക്കിളിൻ്റെ ചാർജും ഇതിൻ്റെ ചാർജുമാണ് നമ്മൾ Q1 Q2 ആയിട്ട് എടുക്കേണ്ടത്. ഒന്നുകൂടി ശ്രദ്ധിച്ചേ, വി ഹാവ് ടു ടേക്ക് ദ ചാർജസ് ഓഫ് ദ ന്യൂക്ലിയസ് ആൻഡ് ദ ചാർജ് ഓഫ് വാട്ട്? ഇൻസിഡൻറ്റ് ആൽഫ പാർട്ടിക്കിൾ. ആൽഫ പാർട്ടിക്കിളിൻ്റെ ചാർജ് നിങ്ങൾക്ക് അറിയാം എന്താ? 2e ആണ്, പോസിറ്റീവ് ചാർജാണ് അല്ലേ? രണ്ട് ചാർജാണ്, 2 പോസിറ്റീവ് ചാർജാണ്. പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മൾ പോസിറ്റീവ് E എഴുതുന്നുള്ളൂ കേട്ടോ. ഇനി വാട്ട് ഈസ് ദ ചാർജ് ഓഫ് ന്യൂക്ലിയസ്? ഇത് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ആറ്റമിക് നമ്പർ ഇൻറ്റു ചാർജ് ഓഫ് 1 അല്ലേ? പ്രോട്ടോണിൻ്റെ ചാർജും ഇലക്ട്രോണിൻ്റെ ചാർജും ഒന്നാണ് അല്ലേ? ഇപ്പോൾ ലിഥിയം എടുക്കുകയാണെങ്കിൽ അതിന് 3 ഇലക്ട്രോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് എത്ര? 3 പോസിറ്റീവ് ചാർജസ് നിങ്ങൾ എടുക്കണം. ക്ലിയർ ആവണ്ടാ? അയ്യോടാ. സോ I will write charge of the nucleus as Zd, where Z is the atomic number, Z into E, right? എടോ എത്രയാണോ ആറ്റമിക് നമ്പർ അത്രയും നമ്പർ ഓഫ് ചാർജാണ് എന്താ ന്യൂക്ലിയസിൽ ഉണ്ടാവുക എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ക്ലിയർ? നമുക്കറിയാതെ എന്തുകൊണ്ടാണ് അത്ര നമ്പർ, എത്രയാണ് ആറ്റമിക് നമ്പർ അത്ര എന്താ പ്രോട്ടോൺ ഉണ്ടാവുള്ളൂ, അത് നിങ്ങൾക്ക് അറിയണമല്ലേ? അതനുസരിച്ച് എഴുതിയാൽ മതി, റൈറ്റ്? ഡിവൈഡഡ് ബൈ R0. ക്ലിയർ ആവുണ്ടാ? റൈറ്റ്? അപ്പോൾ ഇത് എന്തിൻ്റെ ഇക്വേഷനാണ്? വി ഹാവ് റൗട്ട് ദ കൈനറ്റിക് എനർജി അല്ലേ? കൈനറ്റിക് എനർജി ഇനീഷ്യൽ എന്നല്ലേ? അതാണ് മൊത്തം വരാവുന്ന മാക്സിമം കൈനറ്റിക് എനർജി ഓഫ് വാട്ട്? ഓഫ് ദ ആൽഫ പാർട്ടിക്കിൾ. ക്ലിയർ ആവണ്ടാ? റൈറ്റ്? ഇനി ഇതിനൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ K(2ZE² ഡിവൈഡഡ് ബൈ R0. ദിസ് ഇസ് ദ ഇക്വേഷൻ ഫോർ കൈനറ്റിക് എനർജി. കൈനറ്റിക് എനർജി അല്ലേ? ഇതിനെ ഞാൻ Kന് 1/4πε0 എന്ന് എഴുതാൻ പോകട്ടെ. 1/4πε0. ഈ R0 ഇങ്ങോട്ടും K ഇങ്ങോട്ടും കൊണ്ടുവന്നേ. R0 ഈസ് ഈക്വൽ ടു 1/4πε0 2ZE² ഡിവൈഡഡ് ബൈ കൈനറ്റിക് എനർജി. ദിസ് ഈസ് ദ എക്സ്പ്രഷൻ ഫോർ ക്ലോസസ്റ്റ് ഡിസ്റ്റൻസ് ഓഫ് അപ്രോച്ച്, അല്ലെങ്കിൽ മിനിമം വാല്യൂ ഓഫ് ക്ലോസസ്റ്റ് ഡിസ്റ്റൻസ് ഓഫ് ക്ലോസസ്റ്റ് അപ്രോച്ച് ആണിത്. ക്ലിയർ ആവണ്ടാ? ഇത് അങ്ങനെ തന്നെ ഇക്വേഷൻ ബൈ ഹാർട്ട് ചെയ്യണം കേട്ടോ. ക്ലിയർ? അപ്പോൾ നിങ്ങൾ പറഞ്ഞ കൈനറ്റിക് എനർജി മാക്സിമം ആവുന്ന സമയത്ത്, റൈറ്റ്? ഓക്കെ, നല്ല എനർജി ഉള്ള ആൽഫ പാർട്ടികളാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ ഏറ്റവും നന്നായിട്ട് ന്യൂക്ലിയസിനെ ഏറ്റവും അടുത്ത് നിർത്താൻ പറ്റും. എത്തണം അല്ലേ? ഇവിടെ കുറേ ഡിസ്റ്റൻസ് കഴിഞ്ഞാൽ അത് 0 ഉള്ളൂ. കൈനറ്റിക് എനർജി കുറവുള്ള ആൽഫ പാർട്ടിക്കിൾ വളരെ ദൂരം തന്നെ നിന്ന് പോകും അല്ലേ? സോ ഐ ക്യാൻ സേ എന്താ, കൈനറ്റിക് എനർജി കൂടുതലുള്ളവിടെ R0 ചെറുതാണ് അല്ലേ? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ന്യൂക്ലിയസ് ആൻഡ് ദ ലാസ്റ്റ് പൊസിഷൻ ഓഫ് ദ ആൽഫ പാർട്ടിക്കിൾ ഇസ് ലെസ്. ദാറ്റ് ഇസ് വെൻ കൈനറ്റിക് എനർജി ഇസ് മാക്സിമം, the closest distance of approach is minimum.
റൈറ്റ്. അപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നാച്ചുറൽ കണ്ടീഷൻസിൽ മാക്സിമം അലൗഡ് കൈനറ്റിക് എനർജി ഓഫ് ആൽഫ പാർട്ടിക്കിൾ 7.7 മെഗാ ഇലക്ട്രോൺ വോൾട്ടാണ്. നമ്മുടെ NCERT-യിലുള്ളതാട്ടോ. ഒരു ആൽഫ പാർട്ടിക്കിളിന് വരാവുന്ന മാക്സിമം കൈനറ്റിക് എനർജി 7.7 ആണ്. റൈറ്റ്. അതേമാതിരി ഗോൾഡല്ല യൂസ് ചെയ്യണേ, അതിൻ്റെ ആറ്റോമിക് നമ്പർ എന്താ? സോറി, എത്രയാണ്? 79, റൈറ്റ്. AMU ആണ്. അതേമാതിരി 1/4πε വാല്യൂ എത്രയാണ്? 9 × 10⁻19. സോറി 9 പോയി. ഈ വാല്യൂസൊക്കെ ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിടൂ. അതായത് സെഡിൻ്റെ വാല്യൂ 1/4πε വാല്യൂ, റൈറ്റ്. ക്ലിയർ. കൈനറ്റിക് എനർജി 7.7 എന്ന് കിട്ടുക. യു വിൽ ഗെറ്റ് R0ൻ്റെ വാല്യൂ. കാൽക്കുലേഷൻ ഞാൻ പറയാൻ നിൽക്കണില്ല. 30 ഫെർമി മീറ്റർ എന്ന് കിട്ടും. ക്ലിയറുണ്ടോ? അതായത് നിങ്ങളെടുക്കുന്നത് ഒരു ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെൻ്റ് ആണ്. അദ്ദേഹം ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെൻ്റ് ആണ് ചെയ്തത്. അങ്ങനെ ഒരു ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏറ്റവും ഹയസ്റ്റ് എനർജി അല്ലെങ്കിൽ മാക്സിമം പോസിബിൾ ക്ലോസസ്റ്റ് അപ്രോച്ച് എത്രയേ വരാൻ പറ്റുള്ളൂ? 30 ഫെർമി മീറ്ററിൽ നിന്ന് മാത്രമേ വരാൻ പറ്റുള്ളൂ. അത്രയും ഗ്യാപ്പേ വരുള്ളൂ. അപ്പോൾ ഒരു കാര്യം ഐഡിയ കിട്ടുന്നുണ്ട്. എന്തൊക്കെ 30 വരെ എത്തുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താടോ? മിനിമം ന്യൂക്ലിയസിൻ്റെ സൈസ് ഇത്രയായിരിക്കണം, അല്ലെങ്കിൽ റേഡിയസ് 30-നും താഴെ ആയിരിക്കണം. ഐഡിയ കിട്ടുന്നുണ്ടോ? ഇറ്റ് ഈസ് ബീൻ സെഡ് ദാറ്റ് ഒരു ന്യൂക്ലിയസിലേക്ക് വരാവുന്ന മാക്സിമം ഡിസ്റ്റൻസ്, ഇത്രയും വരുന്ന ഡിസ്റ്റൻസ് 30 ക്ലിയർ ആണോ? ഇതിൽ കുറവ് വരാൻ പറ്റില്ല. ക്ലിയർ? ഇതിൽ കൂടുതൽ വരാം, റൈറ്റ്. ഇതിൽ കുറവ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ അല്ലെങ്കിൽ ക്ലോസസ്റ്റ് ഡിസ്റ്റൻസ് ഓഫ് അപ്രോച്ച് ഇല്ല. അപ്പോൾ ന്യൂക്ലിയസിൻ്റെ സൈസ് ഈ 30-ന് താഴെ ഇരിക്കണം. ക്ലിയർ ആവണ്ടാ? റൈറ്റ്. അങ്ങനെയാണ് അദ്ദേഹം ആറ്റത്തിൻ്റെ സൈസ് ഒരു ഊഹത്തിൽ പറഞ്ഞത്. ആറ്റത്തിൻ്റെയും ന്യൂക്ലിയസിൻ്റെയും ഒരു പ്രൊപ്പോർഷണൽ വെച്ചിട്ട്. ക്ലിയർ ആയ? റൈറ്റ്. ഇനി ഇതേ സെക്ഷനിൽ പഠിക്കാനുള്ള വേറൊരു ടേമാണ് അഗെയിൻ CBSE പോയിൻ്റ് ഓഫ് വ്യൂ, ഇമ്പാക്റ്റ് പാരാമീറ്റർ. റൈറ്റ്. ടെക്സ്റ്റ് ബുക്കിലുള്ള മാതിരി തന്നെ വിൽ റൈറ്റ് ഇറ്റ് ആസ് B. ഇതിൻ്റെ വാല്യൂ എന്താണ്? ഇൻ ഫെർമി മീറ്റർ തന്നെയാണ് കേട്ടോ. എന്തുട്ട് ഇമ്പാക്റ്റ് പാരാമീറ്റർ? ആദ്യം നമ്മൾ വിൽ റൈറ്റ് ദ ഡെഫിനേഷൻ. ഇറ്റ് ഈസ് ദി പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഓഫ് ഇനീഷ്യൽ വെലോസിറ്റി vector of alpha particle with center of nucleus. ഒരു അക്ഷരം മനസ്സിലായിട്ടുണ്ടാവില്ല, പടം വരച്ചാൽ മനസ്സിലാവും. ഒന്നുകൂടി വായിക്കട്ടാ. ഇറ്റ്സ് എ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഓഫ് ഇനീഷ്യൽ വെലോസിറ്റി വെക്ടർ ഓഫ് ആൽഫ പാർട്ടിക്കിൾ വിത്ത് ദ സെൻറ്റർ ഓഫ് ന്യൂക്ലിയസ്. അതായത് ഇതാണ് നമ്മുടെ ആൽഫ. ഇതാണ് നമ്മുടെ ആൽഫ പാർട്ടിക്കിൾ വരുന്നത് കേട്ടോ. ഇതാണ് നമ്മുടെ ഇച്ചിരി പൊങ്ങിയിരിക്കട്ടെ, ഇവിടെ ഇരിക്കട്ടെ, നമ്മുടെ ന്യൂക്ലിയസ് ആട്ടെ. ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ പോകും അല്ലേ? ഇതിൻ്റെ റേഞ്ചിലാണ് കിടക്കുന്നത്, റൈറ്റ്. ഇത് ഇത്തിരി ഡിസ്റ്റൻസ് നിങ്ങൾ സാധാരണ ഇങ്ങനെ വരയ്ക്കുക, റൈറ്റ്. പക്ഷേ അതിൻ്റെ ക്ലോസസ്റ്റ് ഡിസ്റ്റൻസ് ഓഫ് അപ്രോച്ചും വാട്ട് ഈസ് ദ ഡിഫറൻസ് ഓഫ് ഇമ്പാക്ട് പാരാമീറ്റർ അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്ര ഗ്യാപ്പിൽ വരച്ചേട്ടാ. വാട്ട് ഈസ് ദ ഇനീഷ്യൽ വെലോസിറ്റി ഡയറക്ഷൻ? ഇതല്ലേ ഇനീഷ്യൽ വെലോസിറ്റി ഡയറക്ഷൻ, അതാണ് V ഇവിടെ. ഒന്നുകൂടി ശ്രദ്ധിച്ച്, ദ ഇമ്പാക്ട് പാരാമീറ്റർ ഡെഫിനേഷൻ ഓഫ് ഇറ്റ് ഇസ് എ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഓഫ് ഇനീഷ്യൽ വെലോസിറ്റി വെക്ടർ ഓഫ് ആൽഫ പാർട്ടിക്കിൾ വിത്ത് ദ സെൻറ്റർ ഓഫ് ന്യൂക്ലിയസ്. നോക്കട്ടെ, സെൻറ്റർ ഓഫ് ന്യൂക്ലിയസ് ഞാൻ ഇത് എടുക്കണേ. അപ്പോൾ ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് ദിസ് ഇസ് B. കണ്ടാ, ദ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, ഒന്നുകൂടി എടുക്കാം, the perpendicular distance of the initial velocity of the alpha particle with the center of nucleus അല്ലേ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇമ്പാക്റ്റ് പാരാമീറ്റർ. ക്ലിയർ ആവണ്ടാ? സിമ്പിൾ അല്ലടോ. ഇതൊന്ന് ചെറുതാക്കിയല്ലോ. പിന്നെ ഇതിൻ്റെ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ അതിൻ്റെ ഒപ്പത്തിനൊപ്പം കാണണം. റൈറ്റ്, ശ്രദ്ധിക്കട്ടാ. What happens when this B is approaching 0?
അതായത് ചെറുതായിട്ട് 0 ആവണമെന്നുണ്ട് എന്താടോ ഇതേ ലൈനിൽ കൂടെയാണ് ആൽഫ പാർട്ടിക്കിൾ പോകുന്നതെന്നല്ലേ അങ്ങനെ പോകുമ്പോൾ തിരിച്ചിങ്ങോട്ട് വരും അല്ലേ or I can say the scattering angle theta is pi 180 ഡിഗ്രിയിലാണ് വന്നടിച്ച് തിരിച്ചു പോയി ക്ലിയർ റൈറ്റ് ദാറ്റ് ഈസ് ദ ആൽഫ പാർട്ടിക്കിൾ വിൽ ബി റിട്ടേണിംഗ് ബാക്ക് അല്ലേ ഇത് ഫസ്റ്റ് പോയിന്റ് ബി ഈ ബി എന്ന് പറഞ്ഞത് ഇമ്പാക്ട് പാരാമീറ്റേഴ്സ് ലെറ്റ്സ് സേ ഇറ്റ് ഇസ് വെരി ലാർജ് വെൻ കമ്പയർഡ് ടു ദ ഡിസ്റ്റൻസ് ഓഫ് ക്ലോസസ്റ്റ് അപ്രോച്ച് അപ്പോൾ ഡിസ്റ്റൻസ് ഓഫ് ക്ലോസസ്റ്റ് അപ്രോച്ച് എന്താ ഈ ഫിഗറിൽ ഇതാണ് ഇതിൻ്റെ ഡിസ്റ്റൻസ് ഓഫ് ക്ലോസസ്റ്റ് അപ്രോച്ച് ഇവിടെ നിന്നല്ല ഇതിൽ നിന്നല്ല മെഷർ ചെയ്യാൻ അല്ലേ ഫിഗർ കണ്ടറിഞ്ഞൂടെ നിങ്ങൾക്ക് സോ ദിസ് ഇസ് ആർ നോട്ട് വിച്ച് ഐ ഹാവ് ഡ്രോൺ ഈസ് ദ ഡിസ്റ്റൻസ് ഓഫ് ക്ലോസസ്റ്റ് അപ്രോച്ച് ഇപ്പോൾ ഈ ബി എന്ന് പറയണത് ആർ നോട്ടിനേക്കാളും വലുതാണെന്ന് വിചാരിച്ചു അതിൻ്റെ അർത്ഥം നോക്കിയേ എന്താ ഇതാണ് അതിന് വരാവുന്ന മാക്സിമം അപ്രോച്ച് അതോ ബീൻ്റെ ഡിസ്റ്റൻസ് ഇവിടെയാണെന്ന് വിചാരിക്കുക അല്ലേ ബി ഇതാവും റൈറ്റ് അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണോ തീറ്റ 0 ഡിഗ്രി അല്ലേ ഇങ്ങനെ പോകും അൺഡിഫ്ലക്റ്റഡ് ദർ ഇസ് നോ സ്കാറ്ററിങ് ക്ലിയർ റൈറ്റ് ഇനി ഞാനൊരു ഇക്വേഷൻ എഴുതാൻ പോകുന്നത് ദാറ്റ് ഈസ് നോട്ട് റിക്വയർഡ് ഫോർ എ നീറ്റ് ആസ് വെൽ ആസ് യുവർ സിലബസ് ബട്ട് ഗുഡ് ടു നോ തിങ് ആണ് ദർ ഇസ് എൻ ഇക്വേഷൻ ഫോർ ദിസ് ഇമ്പാക്ട് പാരാമീറ്റർ വിച്ച് ഇസ് കെ ZE square divided by kinetic energy initial into 1 plus cos theta by 1 minus cos theta. ഇതെന്താണെന്നുള്ളത് പറഞ്ഞുതരാം റൈറ്റ് അതായത് എത്രത്തോളം ഇമ്പാക്ട് പാരാമീറ്റർ ഡിപ്പെൻഡ്സ് അപ്പോൺ ദ സ്കാറ്ററിംഗ് ആംഗിൾ റൈറ്റ് Z is the atomic number, E എന്ന് പറഞ്ഞാൽ obviously charge, right, kinetic energy initial, case of Boltzmann constant തന്നെയാണ് സാധാരണ അതിൻ്റെ വാല്യൂ വരുന്നത് ബട്ട് ദാറ്റ് ഇസ് ഡിപ്പെൻഡിങ് അപ്പോൺ ദ മെറ്റൽ ഗോൾഡ് ആണെങ്കിൽ അതിനൊക്കെ കോൺസ്റ്റൻറ്റ് വ്യത്യാസമുണ്ട് ക്ലിയർ സോ ദിസ് ഇസ് എൻ ഇക്വേഷൻ ഇറ്റ് ഇസ് എ ഗുഡ് ടു നോ ഇക്വേഷൻ ഇതിൽ നിന്ന് നിങ്ങൾക്ക് ക്വസ്റ്റ്യനോ അതൊന്നും വരില്ല കേട്ടോ നോട്ട് ഇൻ ദ നീറ്റ് നോർ ഇൻ ദ കേസ് ഓഫ് CBSE ബോർഡ് അത് എക്സ്ട്രാ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടെന്നുള്ളത് റൈറ്റ് നൗ നെക്സ്റ്റ് സ്ഥിരം പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഇസ് ദ ഡ്രോബാക്ക് ഓഫ് റൂദർഫോർഡ് മോഡൽ ഓഫ് ആറ്റം ഇത് അങ്ങനെ തന്നെ മഗപ്പ് ചെയ്യണം മനസ്സിലാക്കി പഠിക്കുകയാണെങ്കിൽ എളുപ്പമാണ് റൈറ്റ് ആദ്യം അദ്ദേഹം പറഞ്ഞതിൽ എന്താണ് മിസ്റ്റേക്ക് he couldn't explain stability of atom അദ്ദേഹത്തിന് ആറ്റത്തിൻ്റെ സ്റ്റെബിലിറ്റി എങ്ങനെയാണ് വന്നത് എന്ന് അദ്ദേഹത്തിന് പ്രോപ്പറായിട്ട് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റിയില്ല എന്തുകൊണ്ട് വെച്ചാൽ ആദ്യമേ മാക്സ്വെൽ എന്നൊന്ന് അയച്ചടാ മാക്സ്വെൽ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു അതായത് സഞ്ചരിക്കുന്നതോ അല്ലെങ്കിൽ ആക്സലറേറ്റഡ് ആയിട്ടുള്ള ഏത് ചാർജ്ഡ് പാർട്ടിക്കിൾ ഉണ്ടെങ്കിൽ ദേ എമിറ്റ് റേഡിയേഷൻ റൈറ്റ് അതായത് മാക്സ്വെൽ സ്റ്റേറ്റഡ് ദാറ്റ് എനി ചാർജ് പാർട്ടിക്കിൾ വിച്ച് ഇസ് ആക്സലറേറ്റഡ് പ്രൊഡ്യൂസസ് റേഡിയേഷൻ ഓർ ഐ ക്യാൻ സേ എനർജി അല്ലേ അങ്ങനെയാണെങ്കിൽ റൂദർഫോർഡ് ചേട്ടൻ എന്താ പറഞ്ഞത് റൂദർഫോർഡ് ചേട്ടൻ പറഞ്ഞതേ ഇങ്ങനെ ഒരു ഓർബിറ്റ് എന്നും കൂടി പറഞ്ഞില്ലേ അദ്ദേഹം ഇലക്ട്രോൺ ഇസ് റിവോൾവിങ് അറൗണ്ട് ദ ന്യൂക്ലിയസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇലക്ട്രോൺ റിവോൾവ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു വെലോസിറ്റി ഇല്ലേ വെലോസിറ്റി എപ്പോഴും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന വെലോസിറ്റി ഉണ്ടെങ്കിൽ അവിടെ എന്തുണ്ട് ആക്സലറേഷൻ സോ എ ചാർജ് വിച്ച് ഇസ് ആക്സലറേറ്റഡ് അല്ലേ അങ്ങനെ ഇപ്പോൾ മാക്സ്വെൽ പറഞ്ഞ പ്രകാരം എന്താ ചാർജ് ഉള്ള ഒരു പാർട്ടിക്കിൾ ആക്സലറേറ്റഡ് ആവുകയാണെങ്കിൽ ഇറ്റ് എമിറ്റ്സ് റേഡിയേഷൻ അതിൻ്റെ അർത്ഥം ഇങ്ങനെ റിവോൾവ് ചെയ്യുന്ന സമയത്തൊക്കെ ഇലക്ട്രോൺ എന്ത് ചെയ്യണം എനർജി റിലീസ് ചെയ്തുകൊണ്ടിരിക്കും എന്നിട്ട് കുറച്ച് കഴിഞ്ഞാൽ ഒബ്വിയസ്ലി എനർജി കഴിഞ്ഞാൽ ഇലക്ട്രോൺ എന്ത് ചെയ്യണം ന്യൂക്ലിയസിലേക്ക് വീഴണം അല്ലേ അങ്ങനെ ഒരു സംഭവമേ ഉണ്ടാവണില്ല ദർ ഈസ് എ സ്റ്റെബിലിറ്റി ഇൻ ദ ആറ്റം അതെന്തുകൊണ്ടാണെന്ന് നമ്മുടെ റൂദർഫോർഡിന് ഉത്തരം നൽകാൻ കഴിഞ്ഞില്ല ദാറ്റ് ഈസ് വൺ ഓഫ് ദ മേജർ ഡ്രോബാക്ക് ഓഫ് റൂദർഫോർഡ്സ് മോഡൽ ഓഫ് ആറ്റം ക്ലിയർ ആവണ്ടാ നിങ്ങളിതൊക്കെ ഡിസ്ക്രൈബ് ചെയ്തോട്ടെ അത് മുഴുവൻ സെൻറ്റൻസ് ഒന്നും ഒബ്വിയസ്ലി എനിക്ക് എഴുതാൻ പറ്റില്ല ബോർഡിൽ ക്ലിയർ ആവണ്ട ഇപ്പോൾ ബോറാണ് ഇതിന് ശരിക്കും നല്ല പ്രോപ്പറായിട്ട് പറഞ്ഞത് ബോർ പറഞ്ഞത് ഒരു ഫിക്സഡ് എനർജിയാണ് എപ്പോഴും ഇലക്ട്രോൺ ഉണ്ടാവുന്നത് ഫിക്സഡ് ആണ് ഒരിക്കലും അത് വേരി ചെയ്യണില്ല അതൊക്കെ നമുക്ക് നെക്സ്റ്റ് സെക്ഷനിൽ ഞാൻ എടുക്കാം റൈറ്റ് ദ നെക്സ്റ്റ് സെക്കൻഡ് ഡ്രോബാക്ക് ഹി ഹാഡ് ഈസ് he failed to explain the discrete spectrum കെമിസ്ട്രിയിൽ പഠിച്ചിട്ടുണ്ടോയെന്ന് അറിയില്ല സ്പെക്ട്രം ഓഫ് ആറ്റംസ് എന്ന് പറഞ്ഞിട്ട് ഉണ്ടാവണം റൈറ്റ് ഒരു എനർജി ലെവൽ വെച്ചിട്ടൊക്കെ റൈറ്റ് അങ്ങനെ അദ്ദേഹത്തിന് എന്തുകൊണ്ടാണ് ഒരു സ്പെസിഫിക് വാല്യൂസിലുള്ള വേവ് ലെങ്ത് വരുന്നതെന്നൊന്നും അദ്ദേഹത്തിന് പറയാൻ പറ്റിയില്ല അതായത് ഗ്യാസ് മോളിക്യൂൾസിന്
ചൂടാക്കിയെന്ന് വിചാരിക്കുക. When they are heated, they with a high electric current, they emit radiation, right? ആ റേഡിയേഷൻ്റെ ഒരു വേവ് ലെങ്ത്തുകൾ പുറത്ത് വരുന്നത് ഒരിക്കലും ഒറ്റ വേവ് ലെങ്ത് ആയിരുന്നില്ല, സ്പെസിഫിക് വേവ് ലെങ്ത്തുകളായിരുന്നു. അത് 4000 ആംസ്ട്രോങ്, 4300 ആംസ്ട്രോങ്, അതായത് 4000 ഇവിടെ ആണെങ്കിൽ 4000 ഇവിടെ, അങ്ങനെ കണ്ടിന്യൂസ് അല്ല, തോന്നിയ മാതിരി. പക്ഷെ അത് ആ റേഞ്ച് ഒരു ഫിക്സഡ് ആയിരിക്കും, റൈറ്റ്? അങ്ങനെ ഒരു സ്പെക്ട്രം അല്ലെങ്കിൽ ഡിസ്ക്രീറ്റ് സ്പെക്ട്രമാണ് വന്നത് ശരിക്കും ചെയ്തപ്പോൾ, റൈറ്റ്? പക്ഷെ അതെന്തുകൊണ്ട് വന്നു എന്ന് റൂദർഫോർഡിൻ്റെ മോഡൽ കൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. ഈ സ്പെക്ട്രമൊക്കെ നമ്മൾ പിന്നെ എടുക്കൂട്ടോ ഡീറ്റെയിലിൽ. ജസ്റ്റ് നൗ യു നോ ഹി വാസ് നോട്ട് ഏബിൾ ടു എക്സ്പ്ലെയിൻ ദ സ്പെക്ട്രം. ആറ്റമിക് സ്പെക്ട്രത്തിന് നന്നായിട്ട് അദ്ദേഹത്തിന് പഠിപ്പിക്കാൻ കഴിഞ്ഞില്ല. ക്ലിയർ? ദിസ് ഈസ് ദ ഡ്രോബാക്ക് ഓഫ് അവർ റൂദർഫോർഡ് ചാപ്റ്റർ, കേട്ടോ, റൈറ്റ്? ഇനി അതിൻ്റെ മുന്നിൽ ഒരു കാര്യം എനിക്ക് മിസ് ഔട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ നിങ്ങൾ ചെറിയ ക്ലാസ്സസിൽ പഠിച്ചിട്ടുള്ളതാണ് ഡാൾട്ടൺസ് ആൻഡ് തോംസൺസ്, ജെ തോംസൺസ് ആറ്റമിക് മോഡൽ. ഡാൾട്ടൺസ് ആൻഡ് തോംസൺസ് ആറ്റമിക് മോഡൽ. ഇത് നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് നോക്കി തനിയെ പഠിക്കണം. പ്ലം പുഡിംഗ് മെത്തേഡൊക്കെ അല്ലേ, അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ബോറായിരിക്കും. ഞാൻ എന്തിനാണ് ഈ റൂദർഫോർഡ് എടുത്തത്? എനിക്ക് ഐ കുഡ് ഹാവ് ആസ്ക്ഡ് ഈവൻ ടു ഗോ യു ഗൈസ് ടു ലേൺ റൂദർഫോർഡ് എക്സ്പെരിമെൻറ്റ്. ബട്ട് റൂദർഫോർഡ് എക്സ്പെരിമെൻറ്റിൽ കുറേ ഇക്വേഷൻസ് ഉണ്ട് അല്ലേ? ഇപ്പോൾ ഒരു ഇക്വേഷൻ കണ്ടില്ലേ? അതേമാതിരി ഇമ്പാക്ട് പാരാമീറ്റർ, ഡിസ്റ്റൻസ് ഓഫ് ക്ലോസസ്റ്റ് അപ്രോച്ച്, അതൊന്നും നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാവില്ലേ, അതുകൊണ്ടാണ്. പക്ഷേ ഡാൾട്ടൺ ആൻഡ് തോംസൺസ് ആറ്റോമിക് മോഡൽ ഡിറ്റോ നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്. സോ ഐ വുഡ് റിക്വസ്റ്റ് യു ഗൈസ് ടു ലേൺ ദാറ്റ് ബൈ യുവർ സെൽഫ്, റൈറ്റ്? അത് വെച്ച് കഴിഞ്ഞാൽ അത് കുറേ കാലമായല്ലോ പഠിക്കുന്നത്. ക്ലിയർ ആയാ? സോ ട്രൈ ടു ലേൺ ഓർ ഇഫ് പോസിബിൾ മേക്ക് എ നോട്ട് ആൻഡ് സ്റ്റഡി ഇറ്റ് ബൈ യുവർസെൽഫ്. ക്ലിയർ ആവണ്ട? അപ്പോൾ നിങ്ങൾ പറയും അടുത്ത് എടുക്കാൻ പോണ ബോർ ആറ്റോമിക് മോഡൽ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. പക്ഷേ ഈ ചാപ്റ്ററിൽ അല്ലെങ്കിൽ ഈ ക്ലാസ്സിൽ നിങ്ങൾ ബോർ ആറ്റോമിക് മോഡൽ വളരെ വളരെ ഡീറ്റെയിലിൽ പഠിക്കേണ്ട സാധനങ്ങളാണ്. കുറച്ച് ഇക്വേഷൻസ് സ്പെസിഫിക് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാണ്ട് കുറച്ച് നല്ല ഉഗ്രം ക്വസ്റ്റ്യൻസും ഉണ്ട്. Clear on the right? അപ്പോൾ I'm taking those portions which is very widely different from that which you will learn in your lower classes. Clear I am, right? പറഞ്ഞ മാതിരി നമുക്ക് ബോർ ആറ്റമിക് മോഡലിലേക്ക് പോകാം കേട്ടോ. അതായത് ബോർ ശരിക്കും പറഞ്ഞത് റൂദർഫോർഡ് പറഞ്ഞ മോഡലിൽ തെറ്റില്ല, പക്ഷെ അതിൽ കുറച്ച് മോഡിഫിക്കേഷൻ ചെയ്യാന്നുള്ളതാണ് ബോർ ചെയ്തത്. അദ്ദേഹം പറഞ്ഞത് എന്ത് തന്നെയാണ്, ഇലക്ട്രോൺ റിവോൾവ് ചെയ്യുന്നുണ്ട്, പക്ഷേ റിവോൾവ് ചെയ്യണത് ചില സെലക്റ്റഡ് ആയിട്ടുള്ള സ്റ്റേബിൾ ഓർബിറ്റ്സിലാണ്. Right? He said that the electron can revolve only in certain stable orbits, right? And ഓരോ ഓർബിറ്റിനും അതിൻ്റെ സ്വന്തമായ ഫിക്സഡ് എനർജി ഉണ്ടാവും, റൈറ്റ്? അതുകൊണ്ടാണ് ഈ ഓർബിറ്റിന് വേറെ പേരിൽ അദ്ദേഹം പറഞ്ഞത്, ഹി ഓൾസോ കോൾഡ് ദോസ് ഓർബിറ്റ് ആസ് എനർജി ലെവൽസ്, അല്ലെങ്കിൽ സ്റ്റേഷനറി സ്റ്റേറ്റ് എന്നും അദ്ദേഹം അതിന് പേര് കൊടുത്തു, റൈറ്റ്? ഒന്നുകൂടി ശ്രദ്ധിച്ച്, ഹി സെഡ് ദാറ്റ് ഒബ്വിയസ്ലി ദ ഇലക്ട്രോൺ ഈസ് ഗോയിങ് ടു റിവോൾവ് അറൗണ്ട് ദ ന്യൂക്ലിയസ്. പക്ഷെ ആ ഇലക്ട്രോണുകളൊക്കെ തിരിയുന്നത് ഒരു പ്രത്യേക ഓർബിറ്റ് ഫിക്സഡ് ഉണ്ട്. ആ ഇലക്ട്രോണിന് ആ ഓർബിറ്റിലേക്ക് എവിടെ സ്റ്റെബിലിറ്റി കിട്ടുന്നുള്ളൂ, റൈറ്റ്? അതിൽ നിന്ന് വേറെ ഓർബിറ്റിലേക്ക് എങ്ങാനും ചാടുകയാണെങ്കിൽ അവിടെ സ്റ്റെബിലിറ്റി അതിനൊരിക്കലും അച്ചീവ് ചെയ്യാൻ പറ്റില്ല, റൈറ്റ്? ദാറ്റ് ഇസ് വാട്ട് ഹി സെഡ്. ക്ലിയർ ആവുണ്ടെന്ന് വിചാരിക്കുന്നത്, റൈറ്റ്? അപ്പോൾ ഒരു ഇലക്ട്രോൺ ഇങ്ങനെ റിവോൾവ് ചെയ്യണമെന്ന് വിചാരിക്കട്ടോ, റൈറ്റ്? റൈറ്റ്? അത് ഫസ്റ്റ് ലെവൽ എന്ന് വിചാരിക്കാം, റൈറ്റ്? അപ്പോൾ ഇത് ഗ്രൗണ്ട് ലെവൽ കേട്ടോ, റൈറ്റ്? ഇത് ഗ്രൗണ്ട് ലെവൽ, ഇത് ഫസ്റ്റ് ലെവൽ, ഇത് സെക്കൻഡ് ലെവൽ, റൈറ്റ്? അങ്ങനെ ഓരോ എനർജി ലെവലുകളിലാണ് അത് എന്ത് ചെയ്യുക, ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യുക, റൈറ്റ്? ക്ലിയർ? അതായത് ഇപ്പോൾ ഒരു എനർജി ലെവൽ ഇതിട്ടാ ഞാൻ വെറുതെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇത് എടുക്കാം, -13.6 ഇലക്ട്രോൺ വോൾട്ടാണെന്ന് വിചാരിക്കാം. അടുത്ത ലെവല് സപ്പോസ് ഒരു -3.4 ഇലക്ട്രോൺ വോൾട്ടാണെന്ന് വിചാരിക്കാം, അല്ലേ? അപ്പോൾ ഇവർ തമ്മിൽ നോക്കിയിടൂ, ഒരെണ്ണം 13.6, ഒരെണ്ണം 3.4 ഇവർ തമ്മിലുള്ള വാല്യൂസ് ഉണ്ടല്ലോ. നെക്സ്റ്റ് 13.6 കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ തലയിൽ വരിക, 13.7, 13.8 അങ്ങനെയല്ല തോന്നുക. അതിനൊന്നും എന്തില്ല, ഓർബിറ്റുകളില്ല. ഓർബിറ്റ് ഈസ് ഓൺലി ഫോർ ദ എനർജി ഫോർ 13.6. ഓർബിറ്റ് ഓഫ് ദ അല്ലെങ്കിൽ എനർജി ഓഫ് ദ സെക്കൻഡ് ഓർബിറ്റ് വിൽ ബി 13.7. അങ്ങനെ ഡിസ്ക്രീറ്റ് ആയിട്ടുള്ള വാല്യൂസേ എന്തിനുള്ളൂ, ഓർബിറ്റിലെ എനർജീസിനുള്ളൂ, അല്ലെങ്കിൽ ഡിസ്ക്രീറ്റ് എനർജി ലെവൽസേ ഉള്ളൂ, കണ്ടിന്യൂസ് അല്ല. മനസ്സിലാവണ്ട? 13.6, 13.7 അങ്ങനെയല്ല. 13.6 കഴിഞ്ഞാൽ പിന്നെ 3.4 ക്ലിയർ ആവണ്ട, റൈറ്റ്? സോ ഇലക്ട്രോൺ വിൽ ബി റിവോൾവിങ് ഇൻ ഡിസ്ക്രീറ്റ് എനർജി ലെവൽസ്,
which is fixed. Right? Each electron has a fixed energy and same as that. ആ ഫിക്സഡ് എനർജി എന്തിൻ്റെ സെയിം ആണ്? അത് റിവോൾവ് ചെയ്യണ ഓർബിറ്റിന് തുല്യമാണ്. റൈറ്റ്? ഇലക്ട്രോൺ ഏത് എനർജി ഉണ്ടാവും? അത് ഏത് ഓർബിറ്റിലാണോ കറങ്ങണത് ആ എനർജി തന്നെയാണ് ആ ഇലക്ട്രോണിന് ഉണ്ടാവുക. ക്ലിയർ ആവണ്ടാ? റൈറ്റ്? അതേസമയം ഇലക്ട്രോൺ ഒരു പർട്ടിക്കുലർ ഓർബിറ്റിൽ റിവോൾവ് ചെയ്യുമ്പോൾ ഇറ്റ് ഡസൻറ്റ് എമിറ്റ് റേഡിയേഷൻ. റൈറ്റ്? പക്ഷേ റൈറ്റ് നമുക്കറിയാം എന്താണ്, ഇലക്ട്രോൺ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ വെലോസിറ്റി ചേഞ്ച് വരുന്നുണ്ട് അല്ലേ? വെലോസിറ്റി ചേഞ്ച് വരുന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ തന്നെ പറഞ്ഞ ഓർമ്മ ഉണ്ടോ? വെലോസിറ്റി ചേഞ്ച് വരുന്നുണ്ട്. ഇതല്ലേ റൂദർഫോർഡിൻ്റെ ഒരു ഫോൾട്ട് ഉണ്ടായിരുന്നത്. ഇലക്ട്രോൺ വെലോസിറ്റി ചേഞ്ചിലാണ് റിവോൾവ് ചെയ്യണമെങ്കിൽ ആക്സലറേഷൻ ഉണ്ട്. ആക്സലറേറ്ററി ചാർജ് പാർട്ടികൾ എന്ത് ചെയ്യണം? റേഡിയേഷൻ നൽകണം. അങ്ങനെ റേഡിയേഷൻ ചെയ്യണമെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് റേഡിയേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇലക്ട്രോൺ അതിൻ്റെ എനർജി മുഴുവൻ കഴിഞ്ഞിട്ട് ന്യൂക്ലിയസിലേക്ക് വന്ന് വീഴണം എന്നാണ് നമ്മൾ വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ബോർ എന്താണെന്ന് അറിയുമോ പറഞ്ഞേ? നമ്മുടെ ക്ലാസിക്കലായിട്ടുള്ള, ക്ലാസിക്കൽ എന്ന് പറയണമെന്ന് മനസ്സിലാവണ്ട, പഴയ നിയമങ്ങൾ. റൈറ്റ്? ക്ലാസിക്കൽ മൂവീസ് എന്ന് പറയുന്നത് പഴയ സിനിമ, ക്ലാസിക്സ്. റൈറ്റ്? സോ ക്ലാസിക്കൽ ഇലക്ട്രോമാഗ്നറ്റിസം, ക്ലാസിക്കൽ മെക്കാനിക്സിൻ്റെ സെക്ഷനുകൾ കനോട്ട് ബി 100%, 100% അപ്ലൈ ചെയ്യാൻ പറ്റില്ല. എന്തിൽ? ആറ്റമിക് ലെവലിൽ അപ്ലൈ ചെയ്യാൻ പറ്റില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. റൈറ്റ്? എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതന്നെയായിരുന്നു ഡ്രോബാക്ക്. അപ്പോൾ ഈ സെക്ഷൻ പറഞ്ഞാലും ഇവനെ ഓരോ പ്രത്യേക എനർജിയിൽ ഇലക്ട്രോൺ റിവോൾവ് ചെയ്യുള്ളൂ എന്ന് ബോർ പറഞ്ഞാലും അതർ സയൻറ്റിസ്റ്റ് ക്വസ്റ്റ്യൻ ഹിം. ഇനി എത്ര എനർജിയിൽ റിവോൾവ് ചെയ്താലും ഈ എനർജി ലൂസ് ചെയ്യില്ലേ കുറേ നേരം റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇലക്ട്രോൺസ്. റൈറ്റ്? സോ ഹീ സെഡ് നോ, യു കനോട്ട് അപ്ലൈ ദ ക്ലാസിക്കൽ ഇലക്ട്രോമാഗ്നറ്റിസം ആൻഡ് ക്ലാസിക്കൽ മെക്കാനിക്സ്. നിങ്ങൾ ഇതുവരെ യൂസ് ചെയ്തിരുന്ന ഒരു എല്ലാ നിയമങ്ങളല്ല കേട്ടോ, പൂർണ്ണമായിട്ടല്ല തള്ളിച്ചാൽ 100% ആ ലോസ് മുഴുവൻ ആറ്റമിക് ലെവലിൽ പഠിക്കാൻ യൂസ് ചെയ്യില്ല. അതുകൊണ്ടാണ് നമ്മുടെ ക്വാണ്ടം മെക്കാനിക്സ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സെക്ഷൻ തന്നെ വന്നത്. ബിക്കോസ് ഓൾ ദ റൂൾസ് ഇൻ ക്വാണ്ടം മെക്കാനിക്സ് ഇസ് വൈഡ്ലി ഡിഫറെൻറ്റ് ദാൻ യുവർ ആക്ച്വൽ മെക്കാനിക്സിൻ്റെ കേസസ്. ക്ലിയർ ആവുണ്ട്? റൈറ്റ്? അദ്ദേഹം പിന്നെ ഇപ്പോൾ പോയിന്റുകളൊക്കെ എഴുതിയൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് ഏതൊക്കെ നിങ്ങൾ പോയിന്റ് എഴുതിയത്? റൈറ്റ്? എക്സാക്ട് സെൻറ്റൻസസ് ടോപ്പിക് പോയിന്റ് വൈസ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട് കേട്ടോ. റൈറ്റ്? ഐ എം ജസ്റ്റ് കണ്ടിന്യൂസ്ലി ടേക്കിംഗ്. റൈറ്റ്? പിന്നെ അദ്ദേഹം പറഞ്ഞത് എന്താ? ഇലക്ട്രോൺ അബ്സോർബ്സ് ആൻഡ് എമിറ്റ് എനർജി. റൈറ്റ്? ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ഇപ്പോൾ സപ്പോസ് ഒരു ഇലക്ട്രോൺ എനർജി അബ്സോർബ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ജമ്പ് ഫ്രം വൺ ലെവൽ ടു അനദർ. റൈറ്റ്? ഒരു ലോവർ എനർജിയിൽ നിന്ന് ഹയർ കിട്ടിയില്ല അതിന് എനർജി, അപ്പോൾ ലോവർ എനർജിയിൽ നിന്ന് അത് ഹയർ എനർജിയിലേക്ക് പോകും. ഏതെങ്കിലും കാര്യം കൊണ്ട് ഇലക്ട്രോൺ എനർജി ലൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഹയർ എനർജിയിൽ നിന്ന് ലോവർ എനർജിയിലേക്കും ചാടും. ഇത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കുറച്ചെടുക്കും കേട്ടോ. ദിസ് ജമ്പിങ് എക്സെട്ര വിൽ ടേക്ക്. ജസ്റ്റ് ഇപ്പോൾ എഴുതി മനസ്സിലാക്കി വയ്ക്കുക. വെൻ an electron absorbs or emit energy, it moves from one different energy level to another energy level. ക്ലിയർ? അതിൻ്റെ സ്വന്തം എനർജി ലെവലിൽ നിന്ന് അത് മാറിക്കൊണ്ടിരിക്കും. ക്ലിയർ ആണ്? അതിൻ്റെ ഡീറ്റെയിൽ ഞാൻ പിന്നെ എടുക്കാം. ക്ലിയർ? അപ്പോൾ നമ്മൾ പറഞ്ഞു അല്ലേ, ഒരു ഓർബിറ്റിൽ പ്രത്യേകമായിട്ടിരിക്കുമ്പോൾ ഇലക്ട്രോണിന് സ്റ്റേബിലിറ്റി ഉണ്ടാവണം അല്ലേ? ഒരു സ്റ്റേബിൾ ഓർബിറ്റ്സ് അല്ലെങ്കിൽ ആ പൊസിഷൻ നമ്മൾ അത് ഡീറ്റെയിൽ അറിയണം. എങ്ങനെയാണ്? ഹൗ ഡു യു ഡിസൈഡ് ദാറ്റ് ദിസ് പൊസിഷൻ വിൽ ഹാവ് വാട്ട്? an orbit, and in that orbit you can have an electron. ആ പൊസിഷൻ എവിടെയാണ് നമ്മുടെ എന്താണ് എവിടെയാണ് ഓർബിറ്റ് ഉണ്ടാകേണ്ടത് എന്ന് പറഞ്ഞതാണ് നെക്സ്റ്റ് റൂള് നമ്മുടെ ബോറേട്ടൻ പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് ഇലക്ട്രോൺ ക്യാൻ റിവോൾവ് ഓൺലി ഇൻ ദോസ് ഓർബിറ്റ്സ് അല്ലേ? എല്ലാം ഓർബിറ്റുകൾ ഉണ്ടാവുള്ളൂ അത്ര തന്നെ ഉള്ളൂ. എന്നാലും അദ്ദേഹം പറഞ്ഞത് ഇലക്ട്രോൺ ക്യാൻ റിവോൾവ് ഇൻ ഓൺലി ദോസ് സർക്കുലർ ഓർബിറ്റ് ഫോർ വിച്ച് ദ ആംഗുലാർ മൊമെൻറ്റം, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ അല്ലെങ്കിൽ എല്ലാത്തിലും എൽ എന്നാണ് ആംഗുലാർ മൊമെൻറ്റം എഴുതുക. ആംഗുലാർ മൊമെൻറ്റം ഓഫ് ഇലക്ട്രോൺ ഈസ് എൻ ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് h/2π. ഞാൻ എഴുതാൻ നിൽക്കുന്ന സമയം പോകും, ഒന്നുകൂടി ശ്രദ്ധിച്ച് അത് ഞാൻ പറയണത് അങ്ങനെ തന്നെ എഴുതിയേക്കുക. ഇലക്ട്രോൺ ക്യാൻ റിവോൾവ് ഇൻ ഓൺലി ദോസ് സർക്കുലർ ഓർബിറ്റ് ഫോർ വിച്ച് ദ ആംഗുലാർ മൊമെൻറ്റം ഓഫ് ഇലക്ട്രോൺ is integral multiple of h/2π. ഇത് അങ്ങനെ തന്നെ എഴുതി വയ്ക്കുക. അതിൻ്റെ ഡീറ്റെയിൽ ഞാൻ പറഞ്ഞുതരാം. ഇലക്ട്രോൺ ക്യാൻ റിവോൾവ് ഓൺലി ഇൻ ദോസ് സർക്കുലർ ഓർബിറ്റ് ഫോർ വിച്ച് ദ ഓർബിറ്റൽ ആംഗുലർ മൊമെൻറ്റം ഓഫ് ഇലക്ട്രോൺ ഇസ് ആൻ ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് h/2π. ഇത് വളരെ വിപ്ലവകരമായ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് കേട്ടോ അദ്ദേഹം പറഞ്ഞത്. അർത്ഥം ഞാൻ പറഞ്ഞുതരാം. അതായത് ഇവിടെ ഒരു ഓർബിറ്റ്, അതിൽ ഇലക്ട്രോൺ ഇരിക്കണം എന്നുണ്ടെങ്കിൽ
ആ ഓർബിറ്റ് സർക്കുലർ മോഷൻ അല്ലേ? അപ്പോൾ സർക്കുലർ മോഷനിൽ ഉണ്ടാവുന്ന മൊമെൻ്റ് എന്താ? ആംഗുലർ മൊമെൻ്റ് കേട്ടോ. റൈറ്റ്. ആ ഓർബിറ്റിൽ ഇലക്ട്രോൺ ഇരിക്കണമെന്നുണ്ടെങ്കിൽ ഇഫ് ദ ഇലക്ട്രോൺ മസ്റ്റ് റിമെയിൻ ഇൻ ദിസ് ഓർബിറ്റ്, അങ്ങനെയാണെങ്കിൽ ഈ ഓർബിറ്റിൻ്റെ ആംഗുലർ മൊമെൻറ്റം മൾട്ടിപ്പിൾ ഓഫ് h/2π ആയിരിക്കണം എന്നാണ്. സ്റ്റേറ്റ്മെൻറ്റിലെ എക്സാക്റ്റ് അർത്ഥം മാത്രം പറഞ്ഞിട്ടുള്ള ഡീറ്റെയിൽ എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചേ, ഇഫ് ദർ ഇസ് എൻ ഓർബിറ്റ് the electron can remain in it, right, only when this electron has an angular momentum, right. ഈ ഇലക്ട്രോണിന് അല്ലെങ്കിൽ ഓർബിറ്റൽ angular momentum of this electron will equal to nh/2π, right. അതൊന്ന് നോക്കിയേ, ഇതിൻ്റെ nh/2πൻ്റെ അർത്ഥം എന്താണെന്ന് പറഞ്ഞാലേ, ഞാൻ മൾട്ടിപ്പിൾ വട്ടങ്ങൾ വരയ്ക്കാൻ പോകണം. വട്ടം ഇങ്ങനെ കോട് ഭാഷ വരിയത്. അയ്യോ, എനിക്ക് മറ്റേ സർക്കിൾ യൂസ് ചെയ്യുന്ന പോട്ടെ, എളുപ്പം വഴി നോക്കിയത് കേട്ടോ. റൈറ്റ്, ക്ലിയർ ആവുണ്ടോ? റൈറ്റ്. അതായത് ഈ ഓർബിറ്റിൽ ഇലക്ട്രോൺ ഉണ്ടാവണമെങ്കിൽ L ഷുഡ് ബി ഈക്വൽ ടു ഫസ്റ്റ് h/2π. റൈറ്റ്. ഈ ഓർബിറ്റ് അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ആ ഓർബിറ്റിൻ്റെ ആംഗുലർ മൊമെൻറ്റം h/2π ആണ്. ഈ ഓർബിറ്റിൽ ഇലക്ട്രോൺ എക്സിസ്റ്റ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ഇത് L1 എന്ന് വിചാരിക്കട്ടോ. ഇതിലെന്തുകൊണ്ടാണ്? അവിടുത്തെ ആംഗുലർ മൊമെൻറ്റം 2h/2π ആയതുകൊണ്ടാണ്. ഇവിടെ ഒരു ആംഗുലർ മൊമെൻറ്റം 3h/2π ആയതുകൊണ്ടാണ് അവിടെ ഒരു ഇലക്ട്രോൺ റിവോൾവ് ചെയ്യുന്നത്. ക്ലിയർ? റൈറ്റ്. അപ്പോൾ ഈ എല്ലാ ഓർബിറ്റുകളുടെയും, റൈറ്റ്, ഓൾ ദ ഓർബിറ്റ്സ്, റൈറ്റ്, ദ സർക്കുലർ ഓർബിറ്റ്സ് ആർ ഹാവിങ് ദ ഇലക്ട്രോൺസ് വിച്ച് ഹാവ് ദ ആംഗുലർ മൊമെൻറ്റം ആസ് h/2π, 2h/2π, 3h/2π എന്ന് പോയിക്കൊണ്ടേയിരിക്കും. അതായത് nh/2πൻ്റെ മൾട്ടിപ്പിൾസിൽ മാത്രമേ എന്തുണ്ടാവുള്ളൂ? nh/2π ആംഗുലർ മൊമെൻറ്റം ഉള്ള പൊസിഷൻസിൽ മാത്രമേ ഓർബിറ്റ്സ് ഉണ്ടാവുന്നുള്ളൂ, അവിടെ ഇലക്ട്രോൺസും ഉണ്ടാകുന്നുള്ളൂ. ക്ലിയർ ആവുണ്ടോ? റൈറ്റ്. n എന്ന് പറഞ്ഞാൽ എപ്പോഴും ഇൻറ്റിജർ ആയിരിക്കണം കേട്ടോ. അവിടെ 1.5 എന്നൊന്നും എഴുതി വയ്ക്കല്ലേ. റൈറ്റ്. 1, 2, 3 അങ്ങനെ പോകുള്ളൂ. റൈറ്റ്. ക്ലിയർ? ഇനി ഇതിൽ നിന്ന് നമുക്ക് കുറേ ഡെറിവേഷൻസിലേക്ക് പോകണം. അല്ലേ? അതങ്ങനെ തന്നെ എടുത്ത് പഠിക്കുകയും വേണം. ഇക്വേഷൻസ് പഠിക്കണം, വളരെ നല്ല കാര്യം കേട്ടോ. റൈറ്റ്. അപ്പോൾ നമ്മൾ +1 11th ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. വാട്ട് ഇസ് ഇക്വേഷൻ ഫോർ ആംഗുലർ മൊമെൻറ്റം? റേഡിയസ് ഇൻറ്റു ലീനിയർ മൊമെൻറ്റം അല്ലേ? എന്നാൽ റേഡിയസ് ഇൻറ്റു mv എന്ന് എഴുതാം അല്ലേ? ഇൻറ്റു എന്ന് പറഞ്ഞാൽ ക്രോസ് പ്രൊഡക്റ്റ് ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ ക്രോസ് പ്രൊഡക്റ്റ് നമുക്ക് എന്ത് എഴുതാം? RmV sin θ അല്ലേ? അപ്പോൾ നമുക്കിപ്പോൾ ഒന്ന്, അതായത് സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ തീറ്റ ഇസ് ആംഗിൾ ബിറ്റ്വീൻ R ആൻഡ് V, മാസുമായിട്ടില്ല കേട്ടോ. മാസ് ഇസ് നോട്ട് എ വെക്റ്റർ ക്വാണ്ടിറ്റി. റൈറ്റ്. അപ്പോൾ ഇങ്ങനെയാണ് അയ്യടെ അതെന്താടേ, ഞാൻ വട്ടം എടുത്ത് നോക്കിയാലോ. ആഹാ, കണ്ടോ, ഉപയോഗിക്കായിരുന്നു അല്ലേ? ഇതിൻ്റെ എടുത്തിട്ട് കാര്യം പോട്ടെ. ഇത് ന്യൂക്ലിയസ് വേണ്ടോ, കോളാക്കി പോട്ടെ. ഇത് ന്യൂക്ലിയസ്. റൈറ്റ്. ഈ ന്യൂക്ലിയസിൽ നിന്ന് റേഡിയസ് R, ഇതാണ് നമ്മുടെ റേഡിയസ് വെക്റ്റർ. ഇത് വെലോസിറ്റി. വാട്ട് ഇസ് ആംഗിൾ ബിറ്റ്വീൻ വെലോസിറ്റി ആൻഡ് റേഡിയസ് വെക്റ്റർ? 90 ഡിഗ്രി. അപ്പോൾ ഇവിടെ സൈൻ 90 ഡിഗ്രി ഒക്കെ നീ കുന്ത്രാണ്ട് എടുത്ത് മാറ്റാം. യു ക്യാൻ റൈറ്റ് L ഇസ് ഈക്വൽ ടു mvr അല്ലേ? സ്കെയിലാർ ക്വാണ്ടിറ്റിയാണ് വന്നത്, വെക്റ്റർ അല്ല അല്ലേ? അപ്പോൾ ഇപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞു L ഷുഡ് ബി ദ മൾട്ടിപ്പിൾ ഓഫ് nh/2π അല്ലേ? ക്ലിയർ? സോ ഐ ക്യാൻ റൈറ്റ് mvr ഇസ് ഈക്വൽ ടു nh/2π. ഇത് നമുക്ക് ആവശ്യമുണ്ട്. യു ക്യാൻ റൈറ്റ് ദിസ് ആസ് ഫസ്റ്റ് ഇക്വേഷൻ. നമുക്കത് പിന്നെ ആവശ്യം വരും, അത് എഴുതി വയ്ക്കാം. ഡബ്ബയിലിടണമെന്ന് ഞാൻ നിർബന്ധം പറയില്ല, ബിക്കോസ് ദിസ് ഇസ് നോട്ട് എ ഫൈനൽ ഇക്വേഷൻ. n എന്താണ്? ഒരു ഇൻറ്റിജർ ആണ്. ഓർ ആക്ച്വലി n ഇൻഡിക്കേറ്റ്സ് ദ ഓർബിറ്റ് നമ്പർ അല്ലെങ്കിൽ എനർജി ലെവൽ എന്നൊക്കെ പറയാം അല്ലേ? n ഇവിടെ 1 അല്ലേ? അത് ഇത് ലെവലിന്. അപ്പോൾ h/2π, n is equal to 2, the second level, അങ്ങനെ അല്ലേ? സോ n ആക്ച്വലി ഇൻഡിക്കേറ്റ്സ് ദ ഇൻറ്റിജർ വാല്യൂ ആയിരിക്കുമല്ലോ 1, 2, 3 എന്ന് പറഞ്ഞാൽ. ഓർ ആക്ച്വലി n is indicating the orbit number or shell number. റൈറ്റ്. അപ്പോൾ നോക്കി എന്താണ് ഇങ്ങോട്ട് പറഞ്ഞുതരാം. ഇലക്ട്രോൺ ഇപ്പോൾ ഫസ്റ്റ് എനർജി ലെവലിലാണെങ്കിൽ നമ്മൾ എന്താ എഴുതുക? L is equal to h/2π. സെക്കൻഡ് എനർജി ലെവലിലാണെങ്കിൽ 2h/2π. ക്ലിയർ ആവുണ്ടെന്ന് വിചാരിക്കണം. ഇതൊക്കെ നിങ്ങൾ കെമിസ്ട്രിയിൽ പഠിച്ചിട്ടുണ്ടാവും കേട്ടോ. റൈറ്റ്. ക്ലിയർ? അപ്പോൾ ഈ ഇക്വേഷൻ പറഞ്ഞല്ലോ, L is equal to nh/2π. ഇതിൻ്റെ ഈ ഇക്വേഷനെ is also called Bohr's quantization condition. Bohr's quantization
കണ്ടീഷൻ. അങ്ങനെ തന്നെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എഴുതണം what do you mean by Bohr's quantization energy quantization condition എന്ന് പറഞ്ഞാൽ എന്താണ്? The electrons can revolve only in those circular orbits for which the orbital angular momentum of that electron is an integral multiple of h by 2 pi. ഇതാണ് Bohr's quantization condition. അങ്ങനെ തന്നെയുള്ളത്. അതായത് L, അതായത് ആംഗുലാർ മൊമെൻറ്റം ഓഫ് ഇലക്ട്രോൺ ഇസ് ക്വാണ്ടൈസ്ഡ് അല്ലേ? പാക്ക് മാതിരിയാണെന്ന് വേറാണ്ട റൈറ്റ്. ഇനി തുടർന്നു കൊണ്ടിരിക്കുമ്പോൾ ഇനി എടുക്കാൻ പോകുന്ന ടോപ്പിക്കുകൾ ശ്രദ്ധിക്കുക. നമ്മൾ കുറേ പാരാമീറ്റേഴ്സാണ് കണ്ടുപിടിക്കാൻ. വി ആർ ഗോയിങ് ടു ഫൈൻഡ് ദ റേഡിയസ് ഓഫ് ദാറ്റ് ഓർബിറ്റ്, velocity with which the electron is going to revolve, potential energy of the electron, അങ്ങനെ kinetic energy, total energy, ഇതൊക്കെ ഇലക്ട്രോണിൻ്റെ നമ്മൾ കണ്ടുപിടിക്കാൻ പോവാണ് കേട്ടോ. ക്ലിയറാണ്ടാ? ഇതാണ് ഞാൻ പറഞ്ഞത്. ഈ സെക്ഷൻ ഞാൻ എടുക്കുന്നത് വെച്ചാൽ ബോർഡ്സിൻ്റെ ആറ്റമിക് മോഡൽ നിങ്ങൾ ജസ്റ്റ് തിയറി മാത്രമേ ചെറിയ ക്ലാസ്സസിൽ പഠിച്ചിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഇത് എക്സ്പ്ലിസിറ്റ് ആയിട്ട് എടുക്കുന്നത് കേട്ടല്ലോ. ദയവേത് ഞാൻ പറഞ്ഞ 2 ആറ്റമിക് മോഡലും ഡാൾട്ടൻ്റെയും പിന്നെ ഏതാ ഞാൻ പറഞ്ഞ തോംസൻ്റെയും അല്ലേ, 2 ആറ്റമിക് മോഡലും ദയവേത് സ്വയം പഠിക്കാൻ ശ്രമിക്കുക. അപ്പോൾ റൂദർഫോർഡിലേക്ക് തിരിച്ചു വരാണ് കേട്ടോ. റൂദർഫോർഡ് എന്താ പറഞ്ഞത്? വട്ടെടുക്കായിരുന്നു. അപ്പോൾ ഞാൻ പിന്നെയും പറയും. ഒരു ന്യൂക്ലിയസ് ഉണ്ട്, ഇലക്ട്രോൺ ലെറ്റ്സ് സേ ഇറ്റ് ഇസ് റിവോൾവിംഗ് റൈറ്റ്, ഇറ്റ്സ് വെലോസിറ്റി റൈറ്റ്, ആൻഡ് ദ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഈസ് പ്രൊവൈഡിങ് ദ സെൻട്രിപിറ്റൽ ഫോഴ്സ്. ഇതല്ലേ നമ്മൾ പറഞ്ഞത്? അതുകൊണ്ടാണ് അത് വീഴാത്തതെന്ന് അദ്ദേഹം പറഞ്ഞു. എന്നാലും കോമൺ സെൻസിൽ ശരിയാവില്ല റൈറ്റ്. സോ ദിസ് പോസ്റ്റുലേറ്റ് സ്റ്റിൽ ഹോൾഡ്സ് റൈറ്റ്. അതായത് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സാണ് സെൻട്രിപിറ്റൽ ഫോഴ്സ് കൊടുക്കുന്നത് റൈറ്റ്. അപ്പോൾ ഈ റേഡിയസ് ആറിലാണ് നമ്മുടെ ഇലക്ട്രോൺ റൊട്ടേറ്റ് ചെയ്യുന്നത്. ലെറ്റ്സ് സേ മാസ് ഓഫ് ദ ഇലക്ട്രോൺ ഇസ് m. ക്ലിയർ? v is the velocity by which it is moving. So you know the equation for centripetal force is mv squared by r. അറിഞ്ഞൂടെ? നിങ്ങൾക്ക് അറിയാം. What is the electrostatic force between these two? 1/4 pi epsilon naught q1 q2 by r squared. q1 എന്ന് പറഞ്ഞത് ഇയാളാന്ന് വിചാരിക്കുക, q2 എന്ന് പറഞ്ഞാൽ ഇയാൾ. ഒരു ഇലക്ട്രോണിൻ്റെ കേസല്ലേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ q1 എന്താണ്? ഇ ആണ്. q2 എന്താണ്? ഈ ന്യൂക്ലിയസിലുള്ള മൊത്തം ചാർജ്. ദ ന്യൂക്ലിയസ് ചാർജ് ഇസ് ഈക്വൽ ടു z ഇൻറ്റു ഇ, വേർ z is the atomic number. ക്ലിയർ ആവുണ്ടോ? അത് എളുപ്പമല്ലേ റൈറ്റ്? പ്രോട്ടോണിൻ്റെ നമ്പർ ഇൻറ്റു അതിൻ്റെ ചാർജുകൾ. 1/4 pi epsilon naught റൈറ്റ്. q1ൻ്റെ അവിടെ ഞാൻ ഇ എന്ന് എഴുതും, q2ൻ്റെ അവിടെ ഞാൻ z ഇൻറ്റു ഇ എന്ന് എഴുതും റൈറ്റ്. മൈനസ് ഉണ്ട് കേട്ടോ, ബട്ട് നമുക്കിപ്പോൾ തൽക്കാലത്തേക്ക് നെഗറ്റീവ് സയൻസ് ഒന്നും ആലോചിക്കേണ്ട. റേഡിയസ് അല്ലേ, റേഡിയസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. സോ യു ക്യാൻ നെഗ്ലക്ട് ദ പോസിറ്റീവ് നെഗറ്റീവ് കണ്ടീഷൻ ഹിയർ. ഒബ്വിയസ്ലി ഇ ഈസ് നെഗറ്റീവ്, ബട്ട് ലെറ്റ്സ് മൂവ് ഓൺ ഫ്രം ഇറ്റ് റൈറ്റ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫോഴ്സ് ഡ്യൂ ടു ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്. ദിസ് ഈസ് എക്സ്പ്രഷൻ ഫോർ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്. എനിവേസ് അപ്പോൾ എഫ് സിയും എഫ് ഇയും ഈക്വൽ എന്നാണ് റൂദർഫോർഡ് പറഞ്ഞത്. കുറയ്ക്കുന്ന ശബ്ദമാണ് അതിൻ്റെ ഇടയിൽ വരുന്നത്. ഞാൻ വലിയ ദിവസം വെടിവെച്ച് പോലും. എഫ് സിൻ്റെ ഇക്വേഷനാണ് എം വി സ്ക്വയർഡ് ബൈ ആർ അല്ലേ. എഫ് ഇ എന്താണ്? ഇപ്പോൾ തന്നെ കണ്ടുപിടിച്ച് 1/4 pi epsilon naught ഇ z ഇ ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർഡ് അല്ലേ. കട്ട് ചെയ്യാനുള്ള ആൾക്കാരുണ്ടല്ലോ സുഖസുന്ദരമായിട്ട് റൈറ്റ്. ഇവിടെ ഇ സ്ക്വയർഡ് എന്ന് വരും അല്ലേ. ഇനി അവിടെ ഇരിക്കട്ടെ, ഒരു കാര്യം ചെയ്യുക, കട്ട് ചെയ്യണ്ട കേട്ടോ. നമുക്ക് ഒരു ഉപയോഗമുണ്ട്, എളുപ്പവഴി നോക്കുക എന്നുള്ളതാണ് നമ്മുടെ വഴി റൈറ്റ്. ലെറ്റ്സ് സേ വി ഓൾസോ ഹാവ് ഒരു എം വി ആർ അല്ലേ. ഇവിടെ ഒരു എം വി സ്ക്വയർഡ് ബൈ ആർ അല്ലേ. അതേമാതിരി നമുക്കൊരു എം വി ആർ ഇസ് ഈക്വൽ ടു NH/2 pi എന്ന് പറഞ്ഞിട്ടൊരു ഫസ്റ്റ് ഇക്വേഷൻ എഴുതിയിട്ടുണ്ട് കേട്ടോ. നോട്ടിലേക്ക് നോക്കുക റൈറ്റ്. അത് നമുക്ക് യൂസ് ചെയ്യാം. ലെറ്റ്സ് സേ ഐ എം ഗോയിങ് ടു സ്ക്വയർ ഇറ്റ്. ഇതിനെ സ്ക്വയർ ചെയ്തെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ m² v² r² ഇസ് ഈക്വൽ ടു n² h² ബൈ 4 pi squared എന്നുണ്ടാവും അല്ലേ. ക്ലിയർ ആവുണ്ടോ? എന്നിട്ട് ഞാൻ ഇവർ രണ്ടുപേരും ഡിവൈഡ് ചെയ്യും. വിൽ ഡിവൈഡ് ദിസ് ടേം ബൈ ദിസ്. വിൽ ഗെറ്റ് എ പ്രോപ്പർ ആൻസർ. അത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. വേണ്ട ഈ എമ്മും വിയും ഒന്നും വേണ്ടാത്ത ഒരു എം വേണം, v² നമുക്ക് വേണ്ട. വെലോസിറ്റി ഇല്ലാത്തൊരു ഇക്വേഷനിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ v² ഉണ്ട്, അതിനെ കളയാൻ വേണ്ടിയിട്ടാണ് ഇതിനെ സ്ക്വയർ ചെയ്യുന്നത് റൈറ്റ്. സോ എം ഒരു കാര്യം ചെയ്യാം, ഇയാൾ ഇതിനുകൊണ്ട് ഡിവൈഡ് ചെയ്യാം കേട്ടോ. ലെറ്റ്സ് സേ ദിസ് ഇസ് ഫസ്റ്റ് ഇക്വേഷൻ ആയിരുന്നില്ലേ, ദിസ് സെക്കൻഡ് ഇക്വേഷൻ. ഫസ്റ്റ് ഇക്വേഷൻ സ്ക്വയർ ചെയ്യാം. ഫസ്റ്റ് ഇക്വേഷൻ സ്ക്വയർ ഡിവൈഡഡ് ബൈ സെക്കൻഡ് ഇക്വേഷൻ റൈറ്റ്. സോ m² v² r². LHS
divided by m squared അല്ലല്ലോ എം സ്ക്വയർഡ് ഇല്ലല്ലോ എം വി സ്ക്വയർഡ് അല്ലല്ലോ സോറി കേട്ടോ ഞാനിങ്ങനെ അപ്പപ്പോൾ എഴുതുന്ന കാരണമാണ് ജമ്പിൾ ചെയ്യണം കേട്ടോ എം വി സ്ക്വയർഡ് ബൈ ആർ ഇസ് ഈക്വൽ ടു സെക്കൻഡ് ഇക്വേഷൻ സ്ക്വയർ ചെയ്യുന്നില്ലല്ലോ എൻ എച്ച് എൻ സ്ക്വയർഡ് എച്ച് സ്ക്വയർഡ് അല്ലേ ഡിവൈഡഡ് ബൈ 2π ഹോൾ സ്ക്വയർഡ് ഡിവൈഡഡ് ബൈ ഇവിടെ എന്താ അയ്യോ വലിയ ടേം വരുന്നു 1/4π എപ്സിലോൺ നോട്ട് ഇ ഇൻറ്റു സെഡ് ഇ divided by r square അല്ലേ ക്ലിയർ റൈറ്റ് ഇനി ഇതിൽ നിന്ന് വി സ്ക്വയർഡ് വി കട്ട് ചെയ്തു ഒരു എം കട്ട് ചെയ്തു ഇതെന്ത് പാടി എം ഇതെന്ത് കട്ടാകാതെ ഞാൻ ഉദ്ദേശിക്കുന്നത് കട്ട് ചെയ്യാനാട്ടോ ഫോണിൽ എന്താണോ റൈറ്റ് ഈ ഒരു എം കട്ട് ചെയ്യും റൈറ്റ് ക്ലിയർ സോറി ഇവിടെ ആർ സ്ക്വയർഡ് ഉണ്ട് അല്ലേ അപ്പോൾ മൊത്തം കട്ട് ചെയ്യണ്ട ചേട്ടാ ഒരു ആർ സ്ക്വയർഡ് അപ്പോൾ ഈ ഒരു ആർ കട്ട് ചെയ്ത് പോയി സോ യു ക്യാൻ റൈറ്റ് ഹിയർ എം ആർ സ്ക്വയർഡ് ഇസ് ഈക്വൽ ടു എൻ സ്ക്വയർഡ് എച്ച് സ്ക്വയർഡ് റൈറ്റ് 1/4π ഇവിടെ 4π സ്ക്വയർഡ് വരും അല്ലേ ഇവിടെ 4π ഉണ്ട് അല്ലേ അപ്പോൾ ഒരു പൈ മാത്രം ബാക്കി ഉണ്ടാവുള്ളൂ റൈറ്റ് ഒരു എപ്സിലോൺ നോട്ട് മുകളിലേക്ക് പോയില്ലേ യു ക്യാൻ ഡു ദ കാൽക്കുലേഷൻ ബൈ യുവർ സെൽഫ് ഗൈസ് നോട്ട് എ ബിഗ് ഡീൽ റൈറ്റ് എപ്സിലോൺ നോട്ട് ആർ ഡിവൈഡഡ് ബൈ പൈ സെഡ് ഇ സ്ക്വയർഡ് നമുക്ക് കളയാൻ പറ്റില്ലല്ലോ റൈറ്റ് ഇനി അയ്യടാ ഈ എക്സ്പ്രഷൻ കിട്ടുന്നുണ്ടോ എന്ന് നിങ്ങൾ തനിയെ നോക്കണം കേട്ടോ റൈറ്റ് ലേറ്റർ ഓൺ ഐ ക്യാൻ റൈറ്റ് ഹിയർ ഇവിടെയും ഒരു ആറ് കട്ട് ചെയ്തോളാം ഇവിടെ അപ്പോൾ ആർ സ്ക്വയർഡിൻ്റെ ആറ് വന്നു സോ യു വിൽ ഗെറ്റ് എൻ സ്ക്വയർഡ് എച്ച് സ്ക്വയർഡ് എപ്സിലോൺ നോട്ട് ഡിവൈഡഡ് ബൈ പൈ എം സെഡ് ഇ സ്ക്വയർഡ് എന്നുള്ളൊരു വാല്യൂ കിട്ടും. This is the radius of each orbit, or I can say the radius of path of electron. വല്ല മനസ്സിലായേ നിങ്ങൾക്ക് കാൽക്കുലേഷൻ കിട്ടിയത് മനസ്സിലായണ്ടല്ലോ അതവിടെ എഴുതിയിട്ട് കാര്യം പറഞ്ഞുതരാം. ഇപ്പോൾ അതായത് ഇപ്പോൾ ഞാനൊരു ഏതെങ്കിലും ഒരു ആറ്റത്തിൻ്റെ അടുത്തുനിന്ന് സെഡ് അതായത് സെഡ് ആറ്റമിക് നമ്പറുള്ള ഒരു ആറ്റത്തിലെ എന്നിന് 1 ഇട്ട് കൊടുത്താൽ യു വിൽ ഗെറ്റ് ദ ഫസ്റ്റ് എനർജി ലെവലിൻ്റെ റേഡിയസ് കിട്ടും. ഒന്നുകൂടി ശ്രദ്ധിച്ചേ, സെഡ് ആറ്റോമിക് നമ്പറുള്ള ഒരു ആറ്റത്തിൻ്റെ ഫസ്റ്റ് എനർജി ലെവൽ കിട്ടണമെങ്കിൽ എന്നിന് എന്ത് കിട്ടാൻ കൊടുത്താൽ മതി 1 കൊടുക്കുക. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് എ വാല്യൂ, ദാറ്റ് വാല്യൂ ഇസ് ദ റേഡിയസ് ഓഫ് ദാറ്റ് ഫസ്റ്റ് എനർജി ലെവൽ. ഇനി എന്നിന് 2 കൊടുത്തു കഴിഞ്ഞാൽ ഇറ്റ് ഗീവ്സ് യു ദ റേഡിയസ് ഓഫ് ദ സെക്കൻഡ് എനർജി ലെവൽ ഓഫ് ദൻ ആറ്റം വിച്ച് ഇസ് ഹാവിങ് സെഡ് ആറ്റോമിക് നമ്പർ. ക്ലിയർ ആവുണ്ടോ? ഇനി ഇതിനും എളുപ്പ വഴിയിൽ പറയട്ടെ. സപ്പോസ് നിങ്ങൾക്കറിയാം എച്ചിൻ്റെ വാല്യൂ, നിങ്ങൾക്കറിയാം എപ്സിലോൺ നോട്ടിൻ്റെ വാല്യൂ, നിങ്ങൾക്കറിയാം മാസ്, നിങ്ങൾക്കറിയാം ചാർജ് ഓഫ് ഇലക്ട്രോൺ, യു നോ ദ വാല്യൂ ഓഫ് പൈ. So later on you can write R is equal to 529 n squared by z Armstrong in Armstrong. ഇത് അങ്ങനെ തന്നെ മക്കപ്പ് ചെയ്യാനും നല്ലത്, പ്രോബ്ലംസിന് നല്ലതാണ്. റൈറ്റ്, ഓരോ എനർജി ലെവലിൻ്റെയും ഡിപ്പെൻഡിങ് അപ്പോൺ ദ ആറ്റം, റൈറ്റ്, അതിൻ്റെ റേഡിയസ് ഓഫ് ദാറ്റ് എനർജി ലെവൽ ഈസ് ഗിവൺ ആസ് 0.529 n squared by z Armstrong. റൈറ്റ്, അതൊരു എക്സാമ്പിൾ വെച്ചിട്ട് പറഞ്ഞു തരട്ടെ. നമ്മളൊരു ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ അടുത്ത് വിചാരിക്കുക. റൈറ്റ്, ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ ഫസ്റ്റ് ഗ്രൗണ്ട് ലെവലാണ് ഞാൻ പറയുന്നത്. ഗ്രൗണ്ട് ലെവൽ എന്ന് പറഞ്ഞാൽ ഒന്ന് അതിൻ്റെ ആറ്റമിക് നമ്പർ 1 ആണ്. ഗ്രൗണ്ട് ലെവൽ എന്ന് പറഞ്ഞാൽ എന്താണ്, എന്നിന് 1 ഇട്ട് കൊടുക്കണം കേട്ടോ. ദാറ്റ് ഇസ് എ ഗ്രൗണ്ട് ലെവൽ. അല്ല ഫസ്റ്റ് എനർജി ലെവൽ എന്ന് പറയട്ടാ, അത് ഗ്രൗണ്ട് ലെവലാണ്. നെക്സ്റ്റിനെ നമ്മൾ ഫസ്റ്റ് എക്സൈറ്റഡ് ലെവൽ എന്നാണ് പറയുക. ഒന്നുകൂടി ശ്രദ്ധിച്ചേ, ഞാൻ വട്ടത്തിൽ വരയ്ക്കാൻ പോകില്ല. ദിസ് ഇസ് യുവർ ഗ്രൗണ്ട് ലെവൽ, next is its first excited level, next is its second excited level. അപ്പോൾ ഇത് 1 ആണെങ്കിൽ ഇത് 2, തേർഡ് കേട്ടോ. നോക്കിയേ, ഗ്രൗണ്ട് ലെവലിന് n 1, ഫസ്റ്റ് എക്സൈറ്റഡ് ലെവലിന് n 2, സെക്കൻഡ് എക്സൈറ്റഡ് ലെവലിന് n 3 ആണ് ഉണ്ടാവുക. അത് ദയവേത് തലയിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ രജിസ്റ്റർ ചെയ്യണം കേട്ടോ. ക്ലിയർ? അല്ലാണ്ട് ഇത് ഫസ്റ്റ് എക്സൈറ്റഡ്, ഇത് സെക്കൻഡ്, തേർഡ് അങ്ങനെയല്ല. ഗ്രൗണ്ട്, ഫസ്റ്റ് എക്സൈറ്റഡ്, സെക്കൻഡ് എക്സൈറ്റഡ്. ക്ലിയർ ആയാ? അപ്പോൾ ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലേ. അപ്പോൾ റേഡിയസ് ഓഫ് ദ ഫസ്റ്റ് ഓർബിറ്റ് ഇസ് ഈക്വൽ ടു 0.529 n സ്ക്വയർഡിൻ്റെ അവിടെ എന്ത് എഴുതും, 1 സ്ക്വയർ എഴുതും, ഡിവൈഡഡ് ബൈ സെഡ്. സെഡ് എത്രയാണ്, 1 അല്ലേ ആറ്റമിക് നമ്പർ ഓഫ് ഹൈഡ്രജൻ. സോ യു വിൽ ഗെറ്റ് 1 സ്ക്വയർ ഒക്കെ പോയി അല്ലേ, 4.529 ഉള്ളൂ അല്ലേ. ആംസ്ട്രോങ് എന്ന് വരുമ്പോൾ എന്ത്, ദാറ്റ് ഈസ് ദ
radius of the first energy level of hydrogen atom. ഇതിന് നമ്മൾ ബോർ റേഡിയസ് എന്ന് പേര് കൊടുക്കാറുണ്ട് കേട്ടോ. ദാറ്റ് ഈസ് എ ബോർ റേഡിയസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് അദ്ദേഹം ഏറ്റവും ആദ്യമായിട്ട് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞ വാല്യൂ. ചില സമയത്ത് അതിനെ A0 എന്നും പേര് കൊടുക്കാറുണ്ട്. റൈറ്റ്, ക്ലിയർ ആവുണ്ടോ? റൈറ്റ്, ക്ലിയർ, റൈറ്റ്. ഇനി അങ്ങനെയാണെങ്കിൽ വാട്ട് വിൽ ബി R2? R2 എന്ന് പറഞ്ഞാൽ എന്താണ്? Z അല്ലേ കോമൺ ആയിട്ട് താഴെ, അപ്പോൾ അത് ഫുൾ 1 അല്ലേ. 4/2 9 2 square, that is the first energy excited level. Next R3 എന്തായിരിക്കും? 0.529 3 square, that is the second excited level. First excited level, second excited level. ക്ലിയർ ആവുണ്ടാ? റൈറ്റ്. അപ്പോൾ ഇതേമാതിരി നമുക്ക് ഓരോ ആറ്റത്തിനും ചെയ്യാം കേട്ടോ, ഒരു തെറ്റുമില്ല. ക്ലിയർ, റൈറ്റ്. Next we are going to find the expression for let's say velocity. Velocity of the electron. Electron revolve ചെയ്യുമ്പോൾ എത്ര velocity എന്തുകൊണ്ട് പറഞ്ഞേ? അപ്പോൾ നമ്മളൊരു ഇക്വേഷൻ എഴുതി വെച്ചിട്ടുണ്ട്, MVR = NH/2π എന്ന് എഴുതി വെച്ചിട്ടുണ്ട് ഇല്ലേ. ഇതിൽ നമ്മൾ ആ റേഡിയസിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിച്ചിട്ടില്ലേ, അത് അങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് 15.2 അല്ല കേട്ടോ, സാധാരണ ജസ്റ്റ് ഒരു ഇക്വേഷൻ കണ്ടുപിടിച്ചിരുന്നു. n² h² ഡിവൈഡഡ് ബൈ πmZe² എന്ന്. റൈറ്റ്, ദാറ്റ് ഈസ് ഈക്വൽ ടു NH/2π അല്ലേ. RHS മാറുന്നില്ലല്ലോ. റൈറ്റ്, R റേഡിയസ് ഇട്ടുണ്ട് അല്ലേ. നൗ യു ക്യാൻ കാൽക്കുലേറ്റ് ദ വാല്യൂസ്. എന്നൊക്കെ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് V വെലോസിറ്റി NH∈0 ഡിവൈഡഡ് ബൈ Ze² is equal to 1/2, or you can write velocity is equal to Ze² divided by 2h∈0n. കാൽക്കുലേഷൻ തനിയൊന്നും ഓടിച്ചല്ല, ചെയ്ത് നോക്കാം കേട്ടോ. ക്ലിയർ. ദിസ് ഈസ് ദ വെലോസിറ്റി ഓഫ് ഇലക്ട്രോൺ ഇൻ nth എനർജി ലെവൽ. nth എനർജി ലെവൽ ഉണ്ടാകുമ്പോൾ വെലോസിറ്റിയാണ് കേട്ടോ. ഇനി ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടത്, ഗ്രൗണ്ടിലാണെങ്കിൽ n1 ഇട്ട് കൊടുക്കും, അപ്പോൾ Ze² by 2h∈0. ഫസ്റ്റ് എക്സൈറ്റഡ് എനർജി ലെവലിൽ ഞാൻ എന്നിനെ എന്തിട്ട് കൊടുക്കും? 2 എന്ന് ഇട്ട് കൊടുക്കും. ക്ലിയർ ആവണ്ട? അപ്പോൾ ഈ ഇതിലെ ഇയുടെ വാല്യൂ അറിയാം, സെഡിൻ്റെ വാല്യൂ അറിയാം. സെഡ് ഓരോ മാറ്റത്തിന് മാറും. എച്ചിൻ്റെ വാല്യൂ, ε0ൻ്റെ വാല്യൂ ഒക്കെ നമുക്കറിയാം. സോ യു വിൽ ഫൈൻഡ് ദ എക്സാക്ട് വാല്യൂ. ന്യൂമറിക്കൽ വാല്യൂ ആണ് നല്ലത്. യു വിൽ ഗെറ്റ് 2.18 × 10⁶ Z/n m/s ആണ്. നമുക്ക് പ്രോബ്ലംസ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ ഈ വാല്യൂ ആണ് നല്ലത്. വെലോസിറ്റി ഈസ് ഈക്വൽ ടു 2.18 × 10⁶ Z/n m/s. കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത മാതിരി തന്നെ നോക്കാം. നമുക്ക് ഹൈഡ്രജൻ ആറ്റത്തിന് നോക്കാം. Z എന്താണ്? 1. ഞാൻ ഫസ്റ്റ് എനർജി ലെവലിൽ പോകാൻ പോണ ഇലക്ട്രോൺ അല്ലെങ്കിൽ ഗ്രൗണ്ട് സ്റ്റേറ്റ്, എനർജി ലെവൽ എന്നാണ് പറഞ്ഞിട്ട്, എക്സൈറ്റഡ് അല്ലേ. ഫസ്റ്റ് എനർജി ലെവൽ ഇസ് കോൾഡ് ഗ്രൗണ്ട്. ആ ഗ്രൗണ്ട് സ്റ്റേറ്റിൽ റിവോൾവ് ചെയ്യാൻ പോണ ഇലക്ട്രോണിൻ്റെ വെലോസിറ്റിയാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോണത്. അപ്പോൾ V1 is equal to Z അല്ലെങ്കിൽ വേണ്ടേ 2.18 വെച്ചിട്ട് ചെയ്യാം. 2.18 × 10⁶ into Z is 1, N is also 1. സോ ഇത് രണ്ട് മാറ്റിക്കഴിഞ്ഞാൽ റൈറ്റ്. ഇപ്പോൾ ഗ്രൗണ്ട് സ്റ്റേറ്റിലുള്ള ഇലക്ട്രോണാണ് ആറ്റം. ഹൈഡ്രജൻ ഒബ്വിയസ്ലി ഒരു ഇലക്ട്രോണുള്ളൂ. റൈറ്റ്, ദാറ്റ് വിൽ ബി റിവോൾവിംഗ് വിത്ത് എ വെരി ഹൈ വെലോസിറ്റി ഓഫ് 2.18 × 10⁶ m/s. ആയി, നല്ല ഭംഗിയുള്ള വാല്യൂ വന്നു അല്ലേ. ക്ലിയർ ആവണ്ട? അച്ചോ ഇതെന്തുവാടേ. റൈറ്റ്, ക്ലിയർ. നൗ ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? കൈനറ്റിക് എനർജി കണ്ടുപിടിക്കാം. റൈറ്റ്, കൈനറ്റിക് ഇത് നെക്സ്റ്റ് ടോപ്പിക് കേട്ടോ. വെലോസിറ്റി റേഡിയസ് കഴിഞ്ഞ് വെലോസിറ്റി കഴിഞ്ഞ് നൗ വി ആർ ഗോയിങ് ടു ഫൈൻഡ് ദ കൈനറ്റിക് എനർജി ഓഫ് ഇലക്ട്രോൺ ഇൻ എൻ ഓർബിറ്റ്. റൈറ്റ്, അപ്പോൾ എന്താണ് കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ? 12 mv². അപ്പോൾ വിൻ്റെ വാല്യൂ ഇട്ട് കൊടുക്ക്. 12 mZe² by 2h∈0n (2) അല്ലേ. അപ്പോൾ കൈനറ്റിക് എനർജീൻ്റെ ഇക്വേഷൻ യു വിൽ ഗെറ്റ് ഇറ്റ് ആസ് mZ² e⁴ divided by 8h² ε² n². ഇതാണ് കൈനറ്റിക് എനർജി ഓഫ് ആൻ ഇലക്ട്രോൺ ഇൻ nth ലെവൽ ഓർബിറ്റ്. ഒരു ലെവൽ ഓർബിറ്റിൽ ഉണ്ടാകുമ്പോൾ കൈനറ്റിക് എനർജിയാണിത്. ക്ലിയർ ആവണ്ട? അതേമാതിരി പൊട്ടൻഷ്യൽ എനർജി ഓഫ് ഇലക്ട്രോൺ നോക്കുക. എന്താ? യുവിൻ്റെ ഇക്വേഷൻ എന്താ? U is equal to 1/4πε0 Q1 Q2/R അല്ലേ. അപ്പോൾ ഇവിടെയും പൊട്ടൻഷ്യൽ എനർജി ഇത് നെക്സ്റ്റ് പോയിൻ്റ് ആയിട്ടാണ്. എന്തായിരിക്കും? U is equal to 1/4πε0 Q1 ആരാണ്?
ഇലക്ട്രോണിൻ്റെ ചാർജ്, പിന്നെ ന്യൂക്ലിയസിൻ്റെ ചാർജ് ZE, R എന്താണ് കണ്ടുപിടിച്ചിട്ടുള്ള n² h² എപ്സിലോൺ നോട്ട് ഡിവൈഡഡ് ബൈ പൈ m ZE². ക്ലിയർ ആവണ്ട? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ളൂ. യു വിൽ ഗെറ്റ് പൊട്ടൻഷ്യൽ എനർജീസ് ഇക്വേഷൻ. അവിടെ P എന്ന് എഴുതാം അല്ലെങ്കിൽ U എഴുതാം. ബെറ്റർ യു ക്യാൻ റൈറ്റ് P. അപ്പോൾ നമുക്ക് കാണുമ്പോൾ ചന്നത് തോന്നും. യു വിൽ ഗെറ്റ് -m z² e⁴ divided by 4n² h² എപ്സിലോൺ നോട്ട് സ്ക്വയർഡ്. അപ്പോൾ വാല്യൂ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇതാണ് നിങ്ങളുടെ എക്സാക്ട് പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ കേട്ടോ. ഒന്ന് നോക്കിയേ പൊട്ടൻഷ്യൽ എനർജി ഒന്ന് ചെറുതാക്കട്ടെ. പൊട്ടൻഷ്യൽ എനർജി, കമ്പയർ ദ വാല്യൂ ഓഫ് പൊട്ടൻഷ്യൽ എനർജി ആൻഡ് കൈനറ്റിക് എനർജി, റൈറ്റ് അല്ലേ? ഇതിൻ്റെ ഹാഫിലോട് കൈനറ്റിക് എനർജി വിത്ത് നെഗറ്റീവ് വാല്യൂ. സി പൊട്ടൻഷ്യൽ എനർജി ഈസ് ആക്ച്വലി ഡബിൾ ഓഫ് കൈനറ്റിക് എനർജി. നോക്കിയേ അല്ലേ? വിത്ത് നെഗറ്റീവ് വാല്യൂ, റൈറ്റ് അല്ലേ? ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ടോട്ടൽ എനർജി എടുത്താൽ എങ്ങനെയാണ് ഉണ്ടാവുക? ടോട്ടൽ എനർജി ഈസ് ഈക്വൽ ടു പൊട്ടൻഷ്യൽ എനർജി പ്ലസ് കൈനറ്റിക് എനർജിയാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ തന്നെ പറഞ്ഞ പൊട്ടൻഷ്യൽ എനർജി -2 കൈനറ്റിക് എനർജിയാണ് പ്ലസ് കൈനറ്റിക് എനർജി, റൈറ്റ്? എത്ര വരിക? മൈനസ് കൈനറ്റിക് എനർജി. അതുപോലെ കൈനറ്റിക് എനർജിയുടെ ഇക്വേഷനിൽ തന്നെ മൈനസ് ഇട്ട് കഴിഞ്ഞാൽ അല്ലേ? നോക്കി കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ എന്താ? m z² e⁴ ഡിവൈഡഡ് ബൈ 8h² എപ്സിലോൺ സ്ക്വയർഡ് n² ആണ്. അതിൻ്റെ കൂടെ ഒരു മൈനസ് ഇട്ട് കഴിഞ്ഞാൽ ദാറ്റ് ഗിവ്സ് യു ദ എക്സ്പ്രഷൻ ഫോർ ടോട്ടൽ എനർജി. ക്ലിയർ ആവണ്ട?